പ്രൈസ് ലോർഡ്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശക്തിയോടെ മനോഹരമായ രാത്രിയുടെ നിശബ്ദതയ്ക്കായി ഓതുവാനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവരാജ്യ വിസ്തൃതിക്ക് അധ്വാനിക്കുന്ന അഭിഷക്തന്മാരായ കർത്തദാസന്മാർക്കും ഇന്ന് രാത്രിയിൽ ദൈവനുകൽവിക്കായി ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സദസ്യന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ധന്യനായ ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം നൽകുന്നു. ദൈവവചനവും യേശുവിൻ്റെ സാക്ഷി നിമിത്തം ഈ രാത്രി നിങ്ങളുടെ മധ്യയായിരിക്കാൻ കർത്താവ് തന്ന വിലയേറിയ അവസരം ഞാൻ കർത്താവിന് വാഴ്ത്തിലർപ്പിക്കുന്നു. വിശേഷമായി ഞാൻ വളരെ കർത്താവിൽ എന്നെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തൻ പാസ്റ്റർ അനീഷ് തോമസ് അവറുകൾ, ഈ ലോക്കൽ സഭയുടെ സൂക്ഷകൻ പാസ്റ്റർ ജസ്റ്റിൻ തിരുവല്ല, ഈ യോഗം ലീഡ് ചെയ്ത അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ സൈമൺ, വളരെ മനോഹര ഗാനങ്ങൾ ഇവിടെ ആലപിച്ച അനുഗ്രഹീത ഗായക സംഘം, ഇന്ന് രാത്രിയോടെ വന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം നൽകുന്നു. ഈ രാത്രിയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞ് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസൻ അനീഷ് പാസ്റ്ററെ ചർച്ചിൽ ഏതാണ്ട് 6-7 വർഷം മുമ്പ് ദുബൈയിൽ ഞാൻ ദൈവവചനം പ്രസംഗിക്കാൻ പോയതാണ്. അതിനുശേഷം ഞങ്ങൾ മിക്കവാറും കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും മുഹദാവിൽ കണ്ടില്ല. നേരിൽ കാണുന്ന 7 വർഷം ശേഷമാണ്. 7 വർഷം ശേഷം വീണ്ടും കാണാൻ കഴിയുന്നൊരു ഭാഗ്യമാണ്. അതിനോടകം 2 തവണ ഞാൻ നിങ്ങളൊക്കെ അറിയുന്ന പോലെ മരണത്തോളവുമായി എൻ്റെ ഹൃദയസ്പന്ദനം നിലച്ചെന്ന് ചിന്തിച്ച അവസരങ്ങൾ വന്നു. അവിടെയൊക്കെ ദൈവം എന്നെ വിടുവിച്ചു. ഞാനെപ്പോഴും പറയും, ഇന്ന് ഈ രാത്രി സ്റ്റേജിൽ നിൽക്കണമെന്ന് ദൈവം തൻ്റെ പ്രോഗ്രാം ഡയറിൽ എഴുതിയിരുന്നു. ഇവിടെ ഇങ്ങനെ മനോഹരമായൊരു ഹോള് പണി കഴിപ്പിക്കപ്പെട്ടതിൽ സന്തോഷമുണ്ട്. ഇതിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞുള്ള സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കണമെന്ന് ഈ ദൈവദാസൻ മാസങ്ങൾക്ക് മുമ്പേ എന്നോട് പറഞ്ഞതാണ്. 2 തവണ എനിക്ക് തോന്നുന്നു നമ്മൾ മാറ്റിവെച്ചു. ഇതൊരു മഴക്കാലം കൂടെയാണ്. ഈ സമയത്ത് ആളുകൾ വരാൻ ബുദ്ധിമുട്ടാണെങ്കിലും ദൈവദാസൻ ഇതിൻ്റെ ഇനാഗുറേഷന് ചേർന്ന് ഈ മീറ്റിംഗ് വെച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മോട് സംസാരിപ്പാൻ വളരെ പ്രാർത്ഥനയോട് നമുക്ക് ദൈവത്തിലായിരിക്കാം. ഈ ചർച്ചയിൽ കൂടുന്ന എത്ര പേരിനകത്ത് വന്നിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ആരംഭത്തിൽ തന്നെ ഞാൻ പറയും, ഇത്രയും സന്തോഷകരമായ അനുഗ്രഹീതമായ ഒരു ഹോള് നമുക്ക് ദൈവം തന്നതിനാൽ കൈ ഉയർത്തി വാ തുറന്ന ശക്തിയോടെ സ്തോത്രം. ഒരു സഭ വളരണമെങ്കിൽ 4 കാര്യങ്ങൾ അത്യാവശ്യമാണ്. ഒന്ന്, അഭിഷക്തമായ ഈ ഫാനം ഓഫാക്കി. എനിക്ക് തണുപ്പിനോട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ആളാണ്. ഈ ഫാനം ഓഫാക്കിയാൽ ഇവിടുത്തെ. ഒന്ന്, അഭിഷക്തമായ വചന ശുശ്രൂഷ. 2, ശുഷ്കാന്തിയോടുള്ള ആത്മീയ ആരാധന. 3, സുവിശേഷ ദർശനം പ്രാപിച്ച ജനങ്ങൾ. 4, തുടർമാനമായുള്ള പ്രാർത്ഥന. ഇത് 4മുള്ള സഭ വളരും, ഒരിക്കലും തളരില്ല. ഞാൻ 4ാമത് പറഞ്ഞ ഘടകം മറ്റു 3നെയും നിയന്ത്രിക്കുന്നതാണ്. അതാണ് തുടർമാനമായുള്ള പ്രാർത്ഥന. തുടർമാനമായി പ്രാർത്ഥിക്കുന്ന സഭയിൽ അഭിഷക്തമായ വചന ശുശ്രൂഷ നടക്കും. ആ സഭയിൽ ജനം ശുഷ്കാന്തിയോട് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കും. അവിടെ ജനം സുവിശേഷ ദർശനം പ്രാപിക്കും. അവിടേക്ക് ആത്മാക്കൾ ഒഴുകിയെത്തും. പ്രാർത്ഥിക്കുന്ന സഭകളിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് എന്നാൽ അറിയാം. 5 പേരിൽ ആരംഭിച്ച് 8 ലക്ഷത്തോളം വളർന്നൊരു സഭയുണ്ടായിരുന്നു. ദക്ഷിണ കൊറിയയിലെ പോളിയോഗിച്ചോട് സഭ. ആ സഭയിലെ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നവരാണ്. ഒരിക്കൽ അമേരിക്കയിൽ നിന്നൊരു പ്രസംഗികനെ അവിടേക്ക് പ്രസംഗിക്കാനായി ക്ഷണിച്ചു. അദ്ദേഹം അമേരിക്കയിൽ നിന്നൊരു പ്രസംഗം തയ്യാറാക്കി അവിടേക്ക് ചെന്നു. ആ സ്റ്റേജിലേക്ക് കയറുന്നുമല്ല, ദൈവാത്മാവ് ശക്തിയോടെ ആ ദൈവദാസനിൽ വന്നു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഡോക്ടർ ചോ, ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഇതിനകത്ത് ആരാധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നിങ്ങൾ കരഞ്ഞാൽ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇതിനകത്ത് വരുന്നവർ വിളിച്ചു കൂവാൻ പോകുകയാണ്, ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന്. ശക്തിയോടെ കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവസാന്നിധ്യം
തിരിച്ചറിയും ദിനങ്ങളായി മാറട്ടെ. കർത്താവിൻ്റെ ദാസൻ നമുക്ക് നല്ല AC ഒക്കെ വെച്ച് തന്നിട്ടുണ്ട്, നല്ലതായിരിക്കുന്നു. പക്ഷേ AC-ക്കൊപ്പം എയർ കണ്ടീഷനൊപ്പം നമ്മുടെ ഹാള് പ്രെയർ കണ്ടീഷനും ആയിരിക്കണം. വൈ റിവൈവൽ ടാരീസ്, ഉണർവന്തുകൊണ്ട് താമസിക്കുന്നു എന്ന പുസ്തകത്തിൽ രാമൻ ഹിഡി എന്ന ദൈവദാസൻ എഴുതിയിരിക്കുന്നത്, പണ്ട് നമ്മുടെ കൂട്ടായ്മയിൽ തുള്ളിച്ചാടിയവരൊക്കെ ഇന്ന് കൂട്ടായ്മയിൽ വന്ന് കുറ്റിയടിച്ചിരിക്കുക. ചില പെന്തക്കോസ്ത് ഹോളിൽ ചെന്ന് ചിലരുടെ ഇരിപ്പ് കണ്ടാൽ തോന്നുന്നു ഈ പുള്ളി പറന്നു പോകാതിരിക്കാൻ ഈ പുള്ളി അവിടെ വെച്ചേക്കുക. ഇവിടെ പിന്നെ പറക്കില്ല, കസേരയായത്. അതിന് കാരണം ആ ദൈവദാസൻ പറഞ്ഞത്, പണ്ട് നമ്മുടെ ഹോളൊക്കെ പ്രെയർ കണ്ടീഷനായിരുന്നു, ഇപ്പം നമ്മുടെ ഹോളൊക്കെ എയർ കണ്ടീഷനായിരുന്നു. എയർ കണ്ടീഷൻ നല്ലതാ, പക്ഷേ ഇതിനകത്ത് പ്രെയർ കണ്ടീഷനും ആയിരിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇന്ന് രാത്രി നിങ്ങളെ അവിടെ അറിയിക്കുന്ന ദൂതിലേക്കും പ്രവേശിക്കാൻ പോകും. ഒത്തിരി ഹോളുകൾ കേരളത്തിൽ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു ഡിസ്ട്രിക്ട് പാസ്റ്റർ എന്ന നിലയിലും പൊതു ശുശ്രൂഷക എന്ന 4 പതിറ്റാണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നു. ഒത്തിരി ഹോളൊക്കെ ഞാൻ ഉദ്ഘാടനം ചെയ്യാറുണ്ട്. അപ്പം ഞാൻ പറയും, പണ്ട് പെന്തക്കോസ്തുകാർക്ക് ഹാളുകളില്ലായിരുന്നു ആരാധിക്കാൻ, പക്ഷെ ആരാധിക്കാൻ ആളുകളുണ്ടായിരുന്നു. ഇപ്പം നമുക്കിഷ്ടം പോലെ ഹാളുകളുണ്ട്, പക്ഷേ അതിനകത്തിരിക്കാൻ ആളുകളില്ല. നമുക്ക് ദൈവം ഇവിടെ ഹാള് തന്നെങ്കിൽ ഇതിനകത്ത് ആളും തരുവാൻ വിശ്വസ്തനാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും. ഒന്നുകൂടെ കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യിരെമ്യാ പ്രവചനം 32-ാം അധ്യായം 27-ാം വാക്യവും ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. യിരെമ്യാ പ്രവചനം 32-ാം അധ്യായം 27-ാം വാക്യം. യിരെമ്യാ പ്രവചനം 32-ാം അധ്യായം 27-ാം വാക്യം. യെസ്, വായിച്ചോ പാസ്റ്റർ. യിരെമ്യാ പ്രവചനം 32-ാം അധ്യായം 27-ാം വാക്യം. ഞാൻ സർവ്വജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ലൂക്കോസ് 1:37. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, രാത്രിയുടെ നിശബ്ദതയ്ക്കായി അങ്ങേ വാഴ്ത്തുന്നു. അവിടുത്തെ അദൃശ്യ സാന്നിധ്യത്താൽ അവിടെ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ ഞങ്ങളെന്നെ സ്തുതിക്കുന്നു. ഈ വായിച്ച വേദഭാഗത്തോട് ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കാൻ പോകയാൽ സ്തോത്രം. പിതാവേ, ഹോളിൽ വന്നവരോട് മാത്രമല്ല, ഈ ദൂരതയിലിരുന്ന് ലൈവായി ഭവനാന്തര ഭാഗത്തൊക്കെ ഇരുന്ന് വചനം കേൾക്കുന്ന എല്ലാവരോടും ദൈവാത്മാവ് ഇടപെടാൻ പോകയാൽ സ്തോത്രം. ജനം വിടുവിക്കപ്പെടുവാൻ തടസ്സം നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. രാത്രി വലിയ ദൈവശക്തി ഹോളിൽ വ്യാപരിപ്പാൻ പോകയാൽ സ്തോത്രം. അവിടുത്തെ കരം ഞങ്ങളെ തൊട്ടിരിക്കാൻ അങ്ങ് സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടാൽ നമിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്യാം. ഞാൻ സർവ്വജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? 2 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന 2 മഹൽ വ്യക്തികൾ പ്രയാസകരമായ 2 കാര്യങ്ങൾക്ക് ദൈവത്തോട് ചോദിച്ച ചോദ്യത്തിന് ദൈവം കൊടുത്ത ഒരേ ഉത്തരമാണ് നമ്മൾ കേട്ടത്. BC 628 പാർത്തിരുന്ന യിരെമ്യാവും ഏതാണ്ട് AD 10 പാർത്തിരുന്ന യേശുവിൻ്റെ അമ്മ മറിയയും ദൈവത്തോട് ചോദിച്ച 2 ചോദ്യങ്ങൾക്ക് ദൈവം കൊടുത്ത മറുപടി, ഞാൻ സർവ്വജഡത്തിൻ്റെയും ദൈവമായ യഹോവ, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? രാത്രിയിൽ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. നമ്മുടെ ദൈവത്തെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവവൈതൽ ഒന്നുകൂടെ കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവത്തെ കൊണ്ട് കഴിയുമോ എന്ന് ഒന്നിനെക്കുറിച്ചും ചോദിക്കരുത്. ദൈവത്തിന് ഹിതമാണോ എന്ന് ചോദിക്കുക. ദൈവത്തെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല. ഞാൻ എൻ്റെ പ്രഭാഷണത്തിൻ്റെ ആരംഭത്തിൽ ഈ ഹോളിൽ വന്ന ദൈവമക്കളോട് പറയാം, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ 1000 പ്രാവശ്യം ദുഷ്ടപിശാച് അസാധ്യം
അസാധ്യം അസാധ്യമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഒരു വട്ടം നീ എഴുത്, എൻ്റെ ദൈവത്താൽ ഇത് സാധ്യമാണ്. കൈയൊന്നടിച്ച് വായം തുറന്ന് അന്യഭാഷ ഹുഷമ റിഖുനി ദൈവത്തെ സ്തുതിച്ചോണ്ട് പറ. വാ തുറന്നാട്ട് കരങ്ങളടിച്ചാട്ട് യേശുവിൻ്റെ നാമത്തിൽ പറ, ദുഷ്ടപിശാചേ നീ 1000 പ്രാവശ്യം അസാധ്യമെന്ന് പറഞ്ഞാലും എൻ്റെ ദൈവത്താൽ സാധ്യമത്രേ. ഹല്ലേലൂയ. ദൈവത്തെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. ഈ ഇതിൻ്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞിട്ട് ഈ വാക്യത്തിലേക്ക് വരാം. ഈ ഇരമ്യാപ്രവചനം 32-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം, ദൈവത്തിൻ്റെ ദാസനായ ഇരമ്യാവ് ഇസ്രായേൽ ജനത്തോട് പ്രവചിച്ചു, നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകാൻ പോകുകയാണ്, എക്സൈലിലേക്ക് പോകാൻ പോകുകയാണ്. നിങ്ങളെ ബാബിലോൺ സാമ്രാജ്യ അധിപന്മാർ വന്ന് പിടിച്ചുകൊണ്ടു പോകും. ഈ രാജ്യം അവിടെ കൈവശമാകാൻ പോകുകയാണ്. ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോകുമെന്ന് പ്രവചിച്ച ദൈവദാസൻ ഇരമ്യാവിനെ പിടിച്ച് അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാണാം. തടവിലിട്ടു, കാവൽപ്പുരമറ്റ തടച്ചു, എതിരായി പ്രവചിച്ചതിന്. സ്തോത്രം. ഞാൻ ഒന്നുകൂടെ പറയാം, ഈ പ്രവാചകനെ നിനക്ക് ബന്ധിക്കാം, പ്രവചനത്തെ ബന്ധിക്കാൻ കഴിയില്ല. സുവിശേഷത്തെ നിനക്ക് ബന്ധിക്കാം, സുവിശേഷകനെ ബന്ധിക്കാം, സുവിശേഷത്തെ ബന്ധിക്കാൻ കഴിയില്ല. ദൂതറിയിച്ച പ്രവാചകനെ പിടിച്ച് ജയിലിലിട്ടാലും ദൂത് നിവർത്തിക്കാതിരിക്കില്ല. ആലോചന തന്നത് ദൈവമാണെങ്കിൽ അത് നിവർത്തിച്ചിരിക്കും. പ്രൈസ് ലോർഡ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇരമ്യാവിൻ്റെ പ്രത്യേകത 3 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ജീവിപ്പാൻ കഴിഞ്ഞു, പ്രവചിക്കാൻ കഴിഞ്ഞു. അതായത് പ്രവാസത്തിന് മുമ്പ്, പ്രവാസകാലത്ത്, പ്രവാസത്തിന് ശേഷം. അങ്ങനെ വേദപുസ്തകം അപൂർവം പ്രവാചകരേ ഉള്ളൂ. ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോകാൻ പോകുന്നു എന്ന് ഇരമ്യാവ് പ്രവചിച്ചു. പ്രവാസത്തെ കാലത്ത് ഇരമ്യാവ് ജീവിച്ചു. പ്രവാസജനം മടങ്ങി വന്നതും തൻ്റെ കണ്ണാൽ കണ്ടു. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ, ദൈവം നമ്മോട് സംസാരിക്കട്ടെ. ഇന്ന് രാത്രി ഹോളിൽ വന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവത്തിൻ്റെ അഭിഷക്തൻ ഇരമ്യാവ് തൻ്റെ നാവുകൊണ്ട് പറഞ്ഞത് തൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ ദൈവം അവന് കൃപ നൽകി. ഇതിനകത്ത് കരയുന്ന എത്ര ദൈവമക്കളുണ്ട്, പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. കരയുന്ന നിന്നോട്, പ്രാർത്ഥിക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ വാ കൊണ്ട് പറഞ്ഞ ചിലത് ഉഷമറിയ നിന്റെ കണ്ണുകൊണ്ട് കാണുവാൻ ദൈവം നിനക്ക് കൃപ തരുവാൻ പോകുകയാണ്. എല്ലാവരും കൈകളടിച്ചാട്ട്, വാ തുറന്നാട്ട്, ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ചാട്ട്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പറ, എൻ്റെ വാ കൊണ്ട് പറഞ്ഞ ചിലത് എൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ ദൈവം എനിക്ക് കൃപ തരും. എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയും? ഹല്ലേലൂയ. എല്ലാവരും കൈയടിച്ചാട്ട്, മക്കളെ ദൈവത്തെ സ്തുതിച്ചാട്ട്, ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ട്, യേശുവിൻ്റെ നാമത്തിൽ പറ, നിന്റെ നാവ് കൊണ്ട് പറഞ്ഞ ചിലത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ ദൈവം കൃപ തരും. വിശ്വസിക്കുക. എൻ്റെ TV പ്രഭാഷണം കേൾക്കുന്ന ഒരു സഹോദരി, ഹൈന്ദവ സഹോദരി, പലപ്പോഴും എന്നെ വിളിക്കാറുണ്ടായിരുന്നു. മധ്യവാരിയാണ് ഭർത്താവ്. ഒത്തിരി നാളായി അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം എന്നെ വളരെ സങ്കടത്തോടെ അവൾ വിളിച്ചു, പാസ്റ്റർ, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കില്ലയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഉടനെ അവൾ സങ്കടം കൊണ്ടായിരിക്കാം, വേദന കൊണ്ടായിരിക്കാം എന്നോട് ചോദിച്ചു, ഇനി എന്നാ ദൈവം പ്രവർത്തിക്കുന്നത്? എൻ്റെ കണ്ണടഞ്ഞ ശേഷമാണ്. പരിശുദ്ധാത്മാവിൻ്റെ മേൽ വന്നു. പരിശുദ്ധാത്മാവളോട് പറയാൻ പറഞ്ഞു, ദൈവം നിന്നോടൊരാലോചന അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിവർത്തി കാണാതെ നിൻ്റെ കണ്ണടയാൻ ദൈവം സമ്മതിക്കില്ല. വിദൂരതയിലിരുന്ന് തലമുറകൾക്ക് വേണ്ടി കരയുന്ന, ദേശത്തിന് വേണ്ടി കരയുന്ന, സഭയ്ക്ക് വേണ്ടി കരയുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നിന്നോടൊരാലോചന അറിയിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നോടൊരു ദൂത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിവർത്തി കാണാതെ നിൻ്റെ കണ്ണടയുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ആലോചന പറഞ്ഞ ദൈവമാണെങ്കിൽ, അരുളപ്പാട് നൽകിയ ദൈവമാണെങ്കിൽ, സാഹചര്യമൊന്നും അനുകൂലമില്ലെങ്കിലും, ക്ഷമ റഖനിയ അനുകൂലമായി നീ ഒന്നും കാണുന്നില്ലെങ്കിലും, നിന്നോട് ആലോചന
പറഞ്ഞത്, നിന്നോട് അരുളപ്പാട് അറിയിച്ചത് എൻ്റെ ദൈവമാണെങ്കിൽ, സർവശക്തനാണെങ്കിൽ, അനുകൂലമായി നീ ഒന്നും കാണുന്നില്ലെങ്കിലും നിന്നോട് ആലോചന പറഞ്ഞ ദൈവമാണെങ്കിൽ അവൻ നിവർത്തിക്കാതെ നിന്റെ കണ്ണടയാൻ ദൈവം സമ്മതിക്കില്ല. ഒന്നോടെ കരമടിച്ച ശക്തിയോട്, ആത്മനിറവിൽ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാണ്. യെസ്, ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ പറ, എന്നോട് ആലോചന പറഞ്ഞ ദൈവമാണെങ്കിൽ അത് നിവർത്തിക്കാതെ എന്റെ കണ്ണടയാ ദൈവം സമ്മതിക്കില്ല. ഒന്നുകൂടെ കൈ ഉയർത്തി ശക്തിയുടെ സ്തോത്രം പറയാം. അങ്ങനെ കാവൽപുരമറ്റത്ത് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൂതറിയിച്ചതിൻ്റെ പേരിൽ, പ്രവചിച്ചതിൻ്റെ പേരിൽ കാവൽപുരമറ്റത്ത് യിരെമ്യാവ് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ വീണ്ടും അരുളപ്പാടുണ്ടായി. പാസ്റ്റർ വാക്യം ആരെങ്കിലും നിർത്ത് വായിച്ചേ. യിരെമ്യാ 32:6 വാക്യം മുതൽ വായിച്ചു. ഇതിൻ്റെ പശ്ചാത്തലം ഞാൻ പറയാം. യിരെമ്യാ ചാപ്റ്റർ 32:6, 32:6 വാക്യം വായിച്ചാട്ട്. യഹോവയുടെ അരുളപ്പാട് വീണ്ടും എനിക്കുണ്ടായത്. വായിച്ചോ, ഇതിനകത്തുള്ള വായിച്ചോ. നിന്റെ ഇളയപ്പനായ, യെസ്, വായിച്ചു. യെസ്, യെസ്, അവിടെ എഴുതി, ആധാരം എഴുതി മുദ്രയിട്ടു. അപ്പോൾ ഈ ആധാരം എഴുത്തും സാക്ഷി വെപ്പൊക്കെ അന്നേ തുടങ്ങിയതാണ് അല്ലേ? ആധാരം എഴുതുക, സാക്ഷികൾ വെക്കുക, മുദ്ര വെക്കുക, ഇതൊക്കെ അന്നേ ഉള്ളതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി നോക്കിയോ, അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാസനായ യിരെമ്യാവ് കാവൽപുരമറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്, ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അരുളപ്പാട് വീണ്ടും ഉണ്ടായി. എന്തെന്നറിയാമോ? നിൻ്റെ ഇളയപ്പനായ ശലൂമിൻ്റെ മകൻ ഹനമയേൽ നിൻ്റെ അടുക്കൽ വരും. എന്നിട്ട് അവൻ പറയും, എൻ്റെ അവകാശം നീ വാങ്ങുക, അത് നിനക്കുള്ളതാണ്, നീ അത് വാങ്ങണം. അങ്ങനെ യിരെമ്യാവ് ജയിലിൽ കിടക്കുക. എന്നെ നോക്കിയേ നിങ്ങൾ, യിരെമ്യാവ് എവിടെ കിടക്കുക? ജയിലിൽ കിടക്കുക. ഇന്നത്തെ പോലെ നോ വാട്സാപ്പ്, നോ ഇമെയിൽ, നോ BSNL. സഹോദരൻ പാസ്റ്ററെ, ആരാ ഹനമയേലിനോട് പറഞ്ഞത്? നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിന്നോട് ദൂതറിയിച്ചവൻ ഹനമയേലിനോടും പറയും. ഏലിയാവേ, നിന്നോട് കൽപ്പിക്കുന്നവൻ കാക്കയോടും കൽപ്പിക്കും. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ ദാസനായ മോശയെ ദൈവം വിളിച്ചു. ഇസ്രായേൽ ജനത്തെ ഫറവോന്യ ഇരുമുഖത്തിൽ നിന്ന്, അടിമതുകത്തിൽ നിന്ന് വീണ്ടെടുത്ത് പാൽത്തേൻ ഒഴുകുന്ന കനാനിൽ കൊണ്ടെത്തിക്കാനായി ദൈവം നിന്നെ നിയോഗിക്കുന്നു പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു, എന്നെ കൊണ്ടുവയ്യ, ഞാൻ തടിച്ച നാവുള്ളവനാണ്, വിക്കനാണ്. അപ്പം തമ്പുരാൻ ചോദിച്ചു, നിൻ്റെ സഹോദരൻ അഹരോൻ, അവന് നല്ലവണ്ണം സംസാരിക്കാൻ അറിയാം, അവൻ നിന്നെ എതിരേൽപ്പാൻ വരും, അവൻ നിന്നെ എതിരേൽപ്പാൻ വരുമെന്ന്. നോക്കൂ, ഹോരേബ് പർവ്വതത്തിൽ മോശ നിൽക്കുമ്പോൾ ഇങ്ങകലെ അഹരോനോട് ആരാ പറഞ്ഞത്? നിന്നോട് പറഞ്ഞവൻ അഹരോനോടും പറയും. കുഞ്ഞെ, മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ പറയാം, നിന്നോട് കൽപ്പിച്ചവൻ അധികാരികളോട് കൽപ്പിക്കും. നിന്നോട് കൽപ്പിച്ചവൻ ഉന്നത ഉദ്യോഗസ്ഥനോട് കൽപ്പിക്കും. നിന്നോട് കൽപ്പിച്ചത് ദൈവമാണെങ്കിൽ ബാക്കി തമ്പുരാൻ നോയിക്കോളും. നിന്നോട് കൽപ്പിച്ച ദൈവം കൽപ്പിക്കേണ്ടവനോടൊക്കെ കൽപ്പിക്കും. കരമടിച്ചേ, വാതുറന്നേ, ശക്തിയോട് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചേ. യേശുവിൻ്റെ നാമത്തിൽ രാത്രി വിശ്വസിക്കുക. നിന്നോട് ദൈവം ഒരു അരുളപ്പാട് തന്നെങ്കിൽ എവിടൊക്കെ ആരോടൊക്കെ കൽപ്പിക്കണോ അവരോടൊക്കെ ദൈവം കൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യിരെമ്യാവിന് പോകാൻ കഴിയില്ല, ഇവിടെ കിടക്കുക. അവിടോട്ട് വന്നു ആള്, ആധാരം എഴുതി, മുദ്ര വെച്ചു, സാക്ഷികളെ വെച്ചു. ദൈവം തമ്പുരാൻ പറഞ്ഞതെല്ലാം ചോദ്യം ചെയ്യാതെയാണ്. സിസ്റ്ററെ, അതിൻ്റെ 25-ാം വാക്യം ഒന്ന് വായിച്ചേ. നമ്മളിതിൻ്റെ പശ്ചാത്തലം 25 മുതൽ വായിച്ചോ. ഇനി 25-ാം വാക്യം 32, 25 വായിച്ചേ.
ആ ആ അപ്പം അത് ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോ എല്ലാവരും. ആ മൈക്കിൽ കൂടെ കൊണ്ട് വായിച്ചാൽ നല്ലതായിരുന്നു. യഹോവയായ കർത്താവേ, ആ മൈക്കം കൊടുത്തേ വായിച്ച് എല്ലാവരും കേട്ടാട്ട്. നമുക്ക് എനിക്ക് തോന്നുന്നു ഔട്ട് പോകുമ്പോൾ അവരോട് കേൾക്കട്ടാ. വായിച്ച സിസ്റ്ററെ വായിച്ചാട്ട്. 25-ാം വാക്യം. യഹോവയായ കർത്താവേ, നഗരം കൽദേരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കെ നിലം വിലയ്ക്ക് മേടിച്ച് അതിന് സാക്ഷികളെ വയ്ക്കുവാൻ നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. അപ്പോൾ യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവ് എല്ലാം ചെയ്തു, ചോദ്യം ചെയ്യാതെല്ലാം അനുസരിച്ചു. വസ്തു എഴുതി, സാക്ഷികളെ വെച്ച് മുദ്ര വെച്ച് എല്ലാം എഴുതി, എല്ലാം റെഡിയായി കഴിഞ്ഞ് ചോദിക്കാം, ദൈവം തമ്പുരാനെ നല്ല പരിപാടിയാണ് കാണിച്ചേ, നീ എന്നോട് നല്ല പണിയാണ് കാണിച്ചേ. ഈ നഗരം ആരുടെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുക? കൽദയുടെ കയ്യിൽ. ബാബിലോൺകാർ വന്ന് ഇത് കൊണ്ടുപോകാൻ പോവാ. നീ എൻ്റെ വാ കൊണ്ട് തന്നെയല്ലേ പറഞ്ഞത് പ്രവാസതി പോകാൻ പോവാന്ന്. എന്നിട്ട് എന്നെ കൊണ്ട് ഈ വാസ്തു വാങ്ങിപ്പിച്ച് എന്തിനാ? വെള്ളത്തിലായില്ലേ കാശ്? എന്നെ കൊണ്ട് എന്തിനാ ചെയ്യിപ്പിച്ചേ? ഉടനെയാണ് തമ്പുരാൻ പറഞ്ഞത്, ഞാൻ സർവ്വജടത്തിൻ്റെയും അനുസൃതിക്ക് ദൈവമായ യഹോവയാകുന്നു, എന്നാൽ കലിയാത്ത വല്ല കാര്യമുണ്ടോ? വാ തുറന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. അതിൻ്റെ അർത്ഥം ഇതാണ് കുഞ്ഞേ, സ്തോത്രം, എനിക്ക് കാര്യങ്ങളെ മാറ്റിമറിക്കാൻ അധികം നേരം വേണ്ട. ക്ഷമ, ശക്തിയോടെ ദൈവത്തെ ആരാധിക്ക്. എനിക്ക് കാര്യങ്ങളെ മാറ്റിമറിക്കുവാൻ അധികം നേരം വേണ്ട. നീ വിശ്വസിക്കുന്നുണ്ടോ? ശരിയാ, ഇത് കൽദയുടെ കയ്യിലാകാൻ പോവാ, ഇതവർ പിടിച്ചോണ്ട് പോകാൻ പോവാ. പക്ഷെ ഞാൻ കാര്യങ്ങളെ മാറ്റിമറിക്കും. പരിശുദ്ധാത്മം ഇന്ന് രാത്രി പറയുന്നു, മടങ്ങി വരില്ലെന്ന് നീ ചിന്തിക്കുന്ന ചിലതിനെ ദൈവം മടക്കി വരുത്തും. ഒരിക്കലും തിരികെ വരില്ലെന്ന് ചിന്തിക്കുന്ന ചിലതിനെ ദൈവം തിരികെ വരുത്തും. കൈകളടിച്ച് ആത്മാവിൽ ആരാധിപ്പാൻ കഴിയുമോ? നിങ്ങൾ കുറച്ചു വരെയുള്ളെങ്കിലും ആത്മശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഒരിക്കലും വരില്ലെന്ന് ചിന്തിക്കുന്ന ചിലതിനെ ദൈവം തിരികെ കൊണ്ടുവരും. ശക്തിയോടെ ആത്മാവിൽ സ്തുതിച്ചാട്ട്. നിന്നോടൊപ്പം ഒരിക്കലും ആരാധിക്കത്തില്ലെന്ന് ചിന്തിക്കുന്ന ചിലതിനെ നിന്നോടൊപ്പം ദൈവം മുട്ടുകുത്തിക്കും. ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, പരിശുദ്ധാത്മാവിൽ ഒന്നു പറയുക, ഒരിക്കലും തിരികെ വരില്ലെന്ന് ചിന്തിക്കുന്ന ചിലത് തിരികെ വരും. ഒരിക്കലും മടങ്ങി വരില്ലെന്ന് ചിന്തിക്കുന്ന ചിലതിന് ദൈവം മടക്കി വരുത്തും. സ്തോത്രം. കാര്യങ്ങളെ മാറ്റിമറിക്കാൻ ദൈവത്തിന് അധിക നേരം വേണ്ട. യുവർ പ്രസന്റ് സിറ്റുവേഷൻ ഈസ് നോട്ട് യുവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ദ ബെസ്റ്റ് ഈസ് നോട്ട് ടു കം. എപ്പോഴും ചിന്തിക്കുക, നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങളുടെ ആത്യന്തിക ലക്ഷ്യസ്ഥാനമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമേറിയത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. മോൻ ഇവിടെ നിന്ന് പാടിക്കൊണ്ടിരുന്നപ്പോൾ അവൻ ആരാധനയ്ക്കായി നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഈ പദം എൻ്റെ മുമ്പിൽ വന്നു. എപ്പോഴും നിൻ്റെ വായിൽ നിന്ന് പറയണം, ഏറ്റവും ശ്രേഷ്ഠമേറിയത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. കുഞ്ഞെ ചെറുപ്പക്കാരാ, സുവിശേഷക, നീ പറയണം, എൻ്റെ ശുശ്രൂഷയിൽ ശ്രേഷ്ഠമേറിയത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. ഫാസ്റ്റർ സൈമൺ 40 വർഷം കൊണ്ട് പ്രസംഗിക്കുന്ന ഭീമോനച്ചനെന്ന് ഞാൻ പറയാം, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ശുശ്രൂഷയിൽ ശ്രേഷ്ഠമേറിയത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. അത് ഇനിയും വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. കൈകളടിച്ച ഷറിഖോനിയ, ശക്തിയോട് ആത്മാ നിറവിൽ ദൈവത്തെ സ്തുതിച്ചോണ്ട് വിശ്വാസത്തോട് പറ, ശ്രേഷ്ഠമേറിയത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. വെളിപ്പെടാൻ പോകുന്നേ ഉള്ളൂ. എപ്പോഴും പറയണം, ഇതെൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ല, ഇതെൻ്റെ ആത്യന്തിക ലക്ഷ്യസ്ഥാനമല്ല. കഷ്ടത വരുമ്പോഴും പറയണം, പ്രയാസം വരുമ്പോൾ പറയണം, പ്രതിസന്ധി വരുമ്പോൾ പറയണം, എൻ്റെ ആത്യന്തിക ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എത്തിയിട്ടില്ല. ഇവിടല്ല എൻ്റെ അവസാനം, ഇതല്ല എൻ്റെ അവസാനം, ഇതല്ല എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഒരു നാടകശാലയിൽ, സിനിമാശാലയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നായകൻ അങ്ങ് കഷ്ടപ്പെടുന്നു, അവനെപ്പോഴും ഉപദ്രവിക്കപ്പെടുന്നു. അപ്പോൾ എല്ലാവരും ഇരുന്ന് കരയുക, പക്ഷെ ഒരുത്തൻ നിർവിചാരകനായി ഇരിക്കുക. അപ്പം അടുത്തിരുന്ന് ഓടിയിടും, ഇയാൾക്ക് മനസാക്ഷിയില്ലോടൂ, ഇവൻ അനുഭവിക്കുന്ന എല്ലാം കണ്ടിട്ട് ഇവരെല്ലാം അങ്ങ് കരയുക. കണ്ണ് നമ്മളങ്ങനെ ഉണ്ടല്ലോ, കണ്ണു നിരപ്പും. ഇയാളാരും കണ്ടില്ല, ഈ മനുഷ്യൻ അനുഭവിക്കുന്നതെല്ലാം കണ്ടിട്ട് ഇയാൾക്ക് ചങ്കും കരളും ഒന്നും ഇല്ലയോടോ. ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾ കാണുന്നൊന്നുമല്ല, ഈ നായകൻ ഇതിനെല്ലാം അതിജീവിക്കും.
ഇത് ശോഭനീയസാരിയാകും. അതെന്താ കാരണം? അത് ഈ സിനിമ എഴുതിയ ഞാനാ, നാടകം എഴുതിയ ഞാനാ. ഇതിൻ്റെ അവസാനം എന്താകുമെന്ന് എനിക്കറിയാം. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? കുഞ്ഞെ, നീ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടും, നീ ഒത്തിരി വേദനപ്പെട്ടിട്ടും, നീ ഒത്തിരി സങ്കടപ്പെട്ടിട്ടും ദൈവം അനങ്ങുന്നില്ലെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, ഇതൊരു ശുഭപര്യവസാനമായി മാറാൻ പോവാം. കത്തിയോടെ കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിയോട് പറ, ഒരു നല്ല അവസാനത്തെ ദൈവം നിന്നെ കൊണ്ടുപോകാൻ പോവാ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മുടെ അവസാനമല്ലെന്ന് പറയണം. ഈ കഷ്ടത എൻ്റെ അവസാനമല്ല, ഈ ശോധന എൻ്റെ അവസാനമല്ല, ഈ പ്രതിസന്ധി എൻ്റെ അവസാനമല്ല. ജീവിതത്തിൽ ശ്രേഷ്ഠമേറി ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. ഞാനൊന്നുകൂടെ പറയാം, ഏത് കാലഘട്ടങ്ങളെയും മാറ്റിമറിക്കാൻ നീ സേവിക്കുന്ന ദൈവത്തിന് കഴിയും. നിങ്ങൾക്കൊരു ശക്തിയൊന്നും പോരാ ആരാധനയ്ക്ക്. നിമിഷം കൊണ്ട് കാര്യങ്ങളെ മാറ്റിമറിക്കും. ഇന്ന് രാവിലെ ഞാനൊരു മാഗസിന് വേണ്ടി എഡിറ്റോറിയൽ എഴുതണം. ഞാൻ എഴുതി, നിമിഷങ്ങൾ കൊണ്ട് കാര്യങ്ങളെ മാറ്റാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നിമിഷം മതി. കണ്ടില്ലേ, രാത്രി ഉറങ്ങിയവൻ രാവിലെ ഇല്ല. നിമിഷം മതി, പോസിറ്റീവും നെഗറ്റീവും. സിംഹാസനത്തിലിരുന്ന നെബൂഖദ്നേസർ അടക്കി ഫാണവൻ അടുത്ത നിമിഷം കാളയെ പോലെ പുല്ല് തിന്നും. അവൻ്റെ മകൻ ബെൽഷസ്സർ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നു. അവൻ്റെ സിബന്ധികളെല്ലാം ചുറ്റും നിന്ന്, രാജാവേ നീ കുറവില്ലാത്തവൻ, രാജാവേ നീ കുറവില്ലാത്തവൻ, രാജാവേ നീ കുറവില്ലാത്തവൻ. ഈച്ച പോലും കടക്കാൻ കഴിയാത്ത ടൈറ്റ് സെക്യൂരിറ്റിയുള്ള ദർബാർ ഹാളിൽ ബാബിലോൺ സാമ്രാജ്യ അധിപൻ സിംഹാസനിക്കുമ്പോൾ കുറവില്ലാത്തവൻ കുറവില്ലാത്തവൻ എല്ലാവരും പാടിക്കൊണ്ടിരിക്കുമ്പോൾ തെറ്റുപറ്റാത്തൊരു ത്രാസുമായി ഒരു കരം സകല സെക്യൂരിറ്റിയും ഭേദിച്ചുകൊണ്ട് അതിനകത്തേക്ക് കടന്നു ചെന്നു. ആ കരം അവനെ തൂക്കിയെടുത്ത് ആ ത്രാസിലേക്ക് എറിഞ്ഞു. സെക്കൻഡുകൾക്കുള്ളിൽ ത്രാസ് അവനെ തൂക്കി. റിസൾട്ട് ഭിത്തിയിൽ എഴുതി, മെനെ മെനെ തെക്കേലോ ഫർസീൻ, ഞാൻ നിന്നെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ഞാൻ നിൻ്റെ രാജ്യത്തും വിഭജിക്കും. ഈ രാത്രി നീ കൊല്ലപ്പെടും. ആ രാത്രിയിൽ അത് നിവർത്തിക്കപ്പെട്ടു. ഇതൊരു വലിയ സുവിശേഷ യോഗം ആയിരങ്ങൾ കൂടുന്നൊന്നുമല്ല. പക്ഷേ ആയിരങ്ങൾ കൂടുന്ന യോഗത്തിൽ ഞാൻ പറയും, മൂക്കിൽ ജീവശ്വാസമുള്ളവനെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഒരു നിമിഷം കൊണ്ട് അവസ്ഥ മാറ്റാൻ അധികാരമുള്ളവനെയാണ് നമ്മൾ സേവിക്കുന്നത്. ഏത് സിംഹാസനത്തിലിരിക്കുന്നവനെയും ചെവിക്ക് പിടിച്ചെറിയാൻ അധികാരമുള്ളവനെയാ നീയും ഞാനും സേവിക്കുന്നത്. ഏത് നിമിഷം, ഒറ്റ നിമിഷം മതി. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, ദൈവമക്കളെ, ഒന്നും കണ്ട് നമ്മൾ അഹങ്കരിക്കരുത്. നമ്മളാകുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. അടുത്ത സെക്കൻഡ് നമ്മുടേതല്ല, കൃപയാ, ദൈവത്തിൻ്റെ കൃപയാ. വേദവസൊരു വാക്യമുണ്ട്, ഞാൻ ഒത്തിരി ശവടക്കിനൊക്കെ പറയും, ഹോവേ ജീവനും കൃപയും എനിക്ക് നൽകി, നിന്റെ കടാക്ഷവൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഭീമോനെ ചെന്ന ഞാൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ കാണാതൊരു കരം എൻ്റെ ശ്വാസകത്തേക്ക് തള്ളുന്നുണ്ട്. ഒരു തവണ ആ കരം ഈ ശ്വാസകത്തേക്ക് തള്ളിയില്ലേ, ഞാൻ ഇവിടെ പിടഞ്ഞു വീഴും. ഈ ഇരിക്കുന്നതിൽ 200 ഡോക്ടർമാരുണ്ടെങ്കിൽ അവർക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല. ഞാൻ എപ്പോഴും പറയും, നമ്മൾ വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തിയോ, നമ്മളെ നോക്കുന്ന ഡോക്ടറുടെ മിടുക്കോ, പോകുന്ന ഹോസ്പിറ്റലിൻ്റെ വലിപ്പമോ കൊണ്ടല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി തീരാത്ത കൊണ്ടാണ്. സ്തോത്രം. എല്ലാവരും എപ്പോഴും ഓർത്തോണം, അവസ്ഥ മാറ്റാൻ ഒരു സെക്കൻഡ് മതി. പിന്നെ നമ്മളൊക്കെ കേൾക്കും, ഒരു നിമിഷം കൊണ്ടെല്ലാം മാറി മറിയും. സ്തോത്രം. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയൊന്നും ഓർത്ത് നെടുവീർപ്പിടുകയൊന്നും വേണ്ട. നമ്മുടെ ദൈവത്തിനൊരു നിമിഷം കൊണ്ട് ഇതൊക്കെ മാറ്റാൻ കഴിയും.
ഏത് ഭരണാധികാരി വന്നാലും നീ പേടിക്കൊന്നും വേണ്ട. അല്ലേ? മൂക്കിൽ ജീവശ്വാസമുള്ളവൻ എന്തിനാ ഭയപ്പെടുന്നേ? വലിച്ചെറിയാനൊരു സെക്കൻഡ് മതി. അതിനധികാരമുള്ളവനെയാണ് നമ്മൾ സേവിക്കുന്നത്. എത്ര പേർക്ക് കൈ ഉയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്യുക. അസാധ്യങ്ങളെ സാധ്യമാക്കും ദൈവം. നമ്മുടെ സമയം വളരെ വേഗത്തിൽ പോകും. ഈ വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന നമ്മുടെ ദൈവത്തെ കാണാം. ഇന്ന് നമ്മൾ വായിച്ചത് ഇസ്രായേലിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാസത്തിലേക്ക് പോയി ഇസ്രായേൽ ജനത്തിൻ്റെ മടങ്ങിവരവ്. 126 സങ്കീർത്തനം നമുക്കെല്ലാം അറിയാം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? യഹോവ എന്ന് പറഞ്ഞാട്ട് സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ഒന്ന് കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട് പ്രാർത്ഥിക്കുന്ന നിന്നോട് ഞാൻ ദൈവാത്മാവിൽ പറയാം, ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യും. കരയുന്ന നിനക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യും. ദൈവം ചിലത് ചെയ്യുമ്പോൾ നീ സ്വപ്നം കാണുന്നവനെ പോലെ ആയിരിക്കും. നീ സ്വപ്നം കാണുന്നവളെ പോലെ ആയിരിക്കും. കരയുന്ന ദൈവവൈതലേ, പ്രാർത്ഥിക്കും ദൈവവൈതലേ, ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുമ്പോൾ ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവം ശക്തനത്രേ. എത്രവർക്ക് കൈകൾ അടിച്ച് ശക്തിയോടെ വാ തുറന്ന് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും? സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. എന്താ സ്വപ്നം കാണുന്നവരെ പോലെയാകാൻ കാരണം? സ്വപ്നം കാണുന്നവരെ പോലെയാകാൻ കാരണം ഈ പ്രവാസത്തിലേക്ക് പോയി ഇസ്രായേൽ ജനം മടങ്ങി വരില്ല എന്ന് അവരെ പ്രവാസികളാക്കിയവർ ചിന്തിച്ചു. പ്രവാസത്തിലേക്ക് പോയി ഇസ്രായേൽ ജനം മടങ്ങി വരില്ലെന്ന് അവരുടെ അയൽക്കാർ ചിന്തിച്ചു. പ്രവാസത്തിലേക്ക് പോയി ഇസ്രായേൽ ജനം മടങ്ങി വരില്ലെന്ന് ഇസ്രായേൽ ജനവും ചിന്തിച്ചു. ഒന്നുകൂടെ പറയാം, അവർ ചിന്തിച്ചു ഇനി വരില്ല, തിരിച്ചു വരവില്ല. അയൽക്കാർ ചിന്തിച്ചു ഇനിയും തിരിച്ചു വരവില്ല. അവരെ പിടിച്ചു വെച്ചവരും ചിന്തിച്ചു ഇനിയും മടങ്ങി വരവില്ല. പലരും പറഞ്ഞ് ഇനിയും തിരിച്ചു വരവില്ല. എന്നാൽ സംഭവിക്കില്ലെന്ന് ലോകം പറഞ്ഞത്, സംഭവിക്കില്ലെന്ന് അയൽക്കാർ പറഞ്ഞത് ദൈവം അവർക്ക് വേണ്ടി സംഭവിപ്പിച്ചു. ഈ മീറ്റിങ്ങിൻ്റെ സുവിശേഷ യോഗത്തിൻ്റെ 3-ാം രാത്രി ഇവിടെ വന്ന ദൈവമക്കളോട് ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി സംഭവിക്കത്തില്ലെന്ന് നിന്റെ അയൽക്കാർ പറയുന്നത്, സംഭവിക്കത്തില്ലെന്ന് നാട്ടുകാർ പറയുന്നത്, സംഭവിക്കത്തില്ലെന്ന് നിന്റെ പായിലിരുന്ന് ആരാധിക്കുന്നവർ പറയുന്നത് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കൂ. ശക്തിയോടെ കരങ്ങളടിച്ച് ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ച് വിശ്വാസത്തോട് പറഞ്ഞാട്ട്, സ്തോത്രം ചെയ്തുകൊണ്ട് പറഞ്ഞാട്ട്, ഒരിക്കലും നടക്കത്തില്ലെന്ന്, ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന് നിന്റെ അയൽക്കാർ പറയുന്നത്, നിന്റെ നാട്ടുകാർ പറയുന്നത്, അല്ല നിന്റെ വീട്ടുകാർ പറയുന്നത്, നിന്റെ സഭക്കാർ പറയുന്നത് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും. അല്ല പറഞ്ഞ യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ വായിൽ ആർപ്പമുണ്ടായിരുന്നു. സംഭവിക്കില്ലെന്ന് ചിന്തിക്കുന്ന ചിലത് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും. പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ കുറച്ചു പേരെ ഉള്ളെങ്കിലും നിന്റെ തലമുറയെ നോക്കി ഒരിക്കലും സംഭവിക്കില്ലെന്ന് ലോകം പറഞ്ഞ ചിലത് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കും. എത്രവർക്ക് വിശ്വാസത്തോടെ സ്തോത്രം പറയുന്നു. ഇസ്രായേൽ മടങ്ങി വരുമെന്ന് ചിന്തിച്ചില്ല, അവർ മടങ്ങി വന്നു. സ്തോത്രം. നമ്മുടെ സമയം ചുരുക്കം കൊണ്ട് ഓടിച്ചാൻ വിടാം. വേദവസം നോക്കിയ അബ്രഹാമിനെ ഒരു തലമുറയുണ്ടാവുമെന്ന് ചിന്തിച്ചില്ല. ഇസഹാക്കിൻ്റെ ജനനം അസാധ്യമായിരുന്നു. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ മുഖാന്തരം, നിന്റെ സന്തതി മുഖാന്തരം സകലരും അനുഗ്രഹിക്കപ്പെടും. വാഗ്ദത്തം അവിടെ കൊടുത്തതാ. 75-ാം വയസ്സിൽ അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാം 25 വർഷം വാഗ്ദത്ത നിവൃത്തിക്കായി കാത്തിരുന്നു. എത്ര വർഷമാ? 25 വർഷം. ഇടയ്ക്കിടയ്ക്ക് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എന്നെ കളിപ്പിക്കരുത്. 15-ാം അധ്യായത്തിൽ അബ്രഹാം പറഞ്ഞു, എനിക്ക് നീ എന്നെ പറ്റിക്കരുത്, എലയാസറിൻ്റെ മുമ്പാകെ ജീവിച്ചാൽ മതി, എന്നെ നോക്കണം. അവിടെ ഈ 15-ാം അധ്യായത്തിലെ എല്ലായിടത്തും വായിപ്പിക്കാൻ നേരമില്ല. അതുകൊണ്ടാണ് ദൈവം യാക്കോബിനോട് അബ്രഹാമിനെ രാത്രിയിൽ കൂടാരത്തിൽ വന്നിട്ട് മോനെ എന്ന് പറഞ്ഞ് വിളിച്ചു. എന്നിട്ട് പുറത്തോട്ട് കൊണ്ടുപോയി. നല്ല നിലാവുള്ള രാത്രി പുറത്ത് കൊണ്ടുപോയിട്ട് ആകാശം നോക്കാൻ പറഞ്ഞു. എന്നിട്ട് ഈ നക്ഷത്രങ്ങളെ എണ്ണാൻ പറഞ്ഞു. അപ്പം ഞാൻ കൂടെ പറയും, ദൈവവാഗ്ദത്തത്തെ സംശയിക്കുന്നവനെ കൊണ്ട് ദൈവം നക്ഷത്രം എണ്ണിക്കുമെന്ന്.
അബ്രഹാം നക്ഷത്രം എണ്ണാൻ തുടങ്ങി. എണ്ണി 1 2 3 3 4 5 എണ്ണി വരുമ്പോൾ മൊത്തം തെറ്റുക. നക്ഷത്രം എണ്ണിയിട്ടുണ്ടോ ആരെങ്കിലും? എന്തോ നക്ഷത്രം എണ്ണുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. അതായത് നമ്മുടെ ഭൂമിയുടെ കോണ് നമ്മൾ പലരും കണ്ടിട്ടില്ല. കൂടുതൽ ഇവിടെ നിൽക്കുന്നതിൽ ഞങ്ങളെ കുറച്ച് പേരൊക്കെ യാത്ര, ഞാൻ ഒരുമാതിരി വെള്ളം പോയി കഴിഞ്ഞു. ഞാൻ പോലും ഭൂമിയുടെ കോട് കണ്ടിട്ടില്ല. ഈ ഭൂമി എത്ര വലുതാണെന്ന് നമുക്കറിയാവും. എന്നാൽ ഈ ഭൂമിയെപ്പോലെയുള്ള 13 ലക്ഷം, ശ്രദ്ധിച്ച് കേൾക്കുക, 13 ലക്ഷം ഭൂമിമാർ ഒരു സൂര്യനെ കൊള്ളും. ഭൂമിയേക്കാൾ 13 ലക്ഷം മടങ്ങ് വലിപ്പമാണ് സൂര്യൻ. അമ്മച്ചിമാർ കൊട്ടയ്ക്കകത്ത് പപ്പടം പൊള്ളിച്ചിടുന്ന പോലെ 13 ലക്ഷം ഭൂമിമാർ ഒരു സൂര്യനെ കൊള്ളും. ഹോ, അപ്പോൾ എത്ര വലിപ്പമാവൻ? അങ്ങനെ 13 ലക്ഷം ഭൂമിമാരെ ഉൾക്കൊള്ളുന്ന സൂര്യനെ പോലെയുള്ള 2-3 ലക്ഷം സൂര്യന്മാർ ഒരു നക്ഷത്രത്തിൽ കൊള്ളും. നമ്മളാ പൊട്ടുപോലെ കാണുന്ന സാധനമേ അതിനകത്തിൽ കൊള്ളും. അപ്പോൾ ഈ നക്ഷത്രത്തിൻ്റെ വലിപ്പം എത്ര വലുതാ? വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലേക്ക് വന്ന പല നക്ഷത്രത്തിനെയും വെളിച്ചം ഇവിടെ വന്നിട്ടില്ല. അതായത് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം, ഈ കടൽ തീരത്ത് എന്തുമാത്രം മണൽത്തരിയുണ്ടോ അത്രയും നക്ഷത്രങ്ങൾ ഈ ആകാശങ്ങയിലുണ്ട്. ഏതാണ്ട് 10,000 കോടി നക്ഷത്രങ്ങൾ ചേരുന്ന ഒരു ഗാലക്സി. അങ്ങനെ ആയിരക്കണക്കിന് ഗാലക്സികൾ അവിടെ ഉണ്ടെന്ന് ഇപ്പം മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം. ഇതിനെയെല്ലാം നിർമ്മിച്ച ദൈവം, ഇതിനെയെല്ലാം പാലിക്കുന്ന ദൈവം, ഇതിനെല്ലാം റൂട്ട് നിശ്ചയിച്ച ദൈവം, ഈ ദൈവത്തെ അപ്പച്ച എന്ന് വിളിക്കാൻ ഭാഗ്യം കിട്ടിയവരതിനകത്ത് നിന്ന് സ്തോത്രം പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. ഞാൻ തൊടകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിൻ മേൽ വിരിച്ചവൻ, ചോതി നൽകും സൂര്യചന്ദ്ര താരവൃന്ദത്തെ മോടിയോടുവാനത്തിൽ തൂക്കിയവന. ഒന്ന് കയ്യെങ്കിലും അടി. ഞാൻ തൊടകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിൻ മേൽ വിരിച്ചവൻ, ചോതി നൽകും സൂര്യചന്ദ്ര താരവൃന്ദത്തെ മോടിയോടു വാനത്തിൽ തൂക്കി. കൈയടിച്ചേ. താൻ നല്ലവനല്ലോ, താൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവനെ. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിൽ എന്നും പ്രമോദമുണ്ടല്ലോ. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലും പ്രമോദമുണ്ടല്ലോ. മാനവേരിൻ സ്നേഹം മാറിടും നേരം, മാറിടാത്ത നിത്യ സ്നേഹിതൻ തന്നെ. നേരിടുന്ന എല്ലാ വ്യാകുലങ്ങളും തീരുമേതാനൂനത സന്നിധാന. എഴുതേ. താൻ നല്ലവനല്ലോ, താൻ വല്ലഭനല്ലോ എന്നും അവനെ. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലെന്നും. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധി. ജ്ഞാനത്തോട് ആകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിന്മേൽ മരിച്ചവൻ, ജ്യോതി നൽകും സൂര്യചന്ദ്ര ഗോളങ്ങളെ മോടിയോട് വാനത്തിൽ തൂക്കിയവൻ. ഈ ദൈവത്തെ അപ്പച്ച എന്ന് വിളിക്കാൻ കൃപ കിട്ടിയ ദൈവമക്കൾ കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയ ദൈവത്തിനൊരു സ്വർഗം ഉണ്ടാക്കുന്ന വലിയ കാര്യമാണോ? ഒരു നരകം ഉണ്ടാക്കുന്ന വലിയ കാര്യമാണോ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? മോനെ, ഈ നക്ഷത്രത്തെ എണ്ണാൻ കഴിയുമോ?
13 ലക്ഷം ഭൂമിമാരെ ഉൾക്കൊള്ളുന്ന സൂര്യൻ, അത്രം വലിയ സൂര്യനെ പോലെയുള്ള 2 ലക്ഷം സൂര്യന്മാരെ ഉൾക്കൊള്ളുന്ന നക്ഷത്രം, കോടാനുകോടി നക്ഷത്രം, ഇവയെ ഉണ്ടാക്കി പാലിക്കുന്ന എനിക്ക് നിനക്ക് 100-ാം വയസ്സിൽ ഒരു കൊച്ചിനെ തരുന്ന വലിയ കാര്യമാണ്. ഒന്നും മനസ്സിലായില്ലേ? അമ്മരെ ചോദിച്ചാലാ ഇവിടെ മക്കളെ, ഇതൊക്കെ ഈ തമ്പുരാനെ സ്വർഗം ഉണ്ടാക്കുന്ന വലിയ കാര്യമാണോ, നരകം ഉണ്ടാക്കുന്ന വലിയ കാര്യമാണോ? ആരാ നമ്മുടെ ദൈവം? ഓ സ്തോത്രം. 18-ാം അധ്യായത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. 3 ദൂതന്മാർ അബ്രഹാമിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. ആ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവിടെ നിന്ന് ഇറങ്ങിപ്പോകാന്നേരം അവർ പറഞ്ഞു, അടുത്ത വർഷം ഇതേ സമയത്ത് നിൻ്റെ വീട്ടിൽ ഞങ്ങൾ വരും, അപ്പം നിനക്കൊരു മകനുണ്ടായിരിക്കും. ഇവിടെ നോക്കിയേ, ഇത് പറയുന്ന കൂടാരത്തിൻ്റെ വാതിക്കൽ നിന്നാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട് അബ്രഹാമിനോട് കൂടാരവാതിക്കൽ നിന്ന് ദൈവം തമ്പുരാൻ ഇത് പറയുമ്പോൾ കൂടാരത്തിനകത്ത് നിന്നൊരാൾ ചിരിച്ചു. ആരാ ചിരിച്ചേ? സാറാ. കൂടാരത്തിൻ്റെ പുറത്ത് നിന്നവൻ ആ ചിരി കേട്ടു, ആ ചിരി കണ്ടു. ഉടനെ അവൻ പറഞ്ഞു, സാറാ ചിരിച്ചതെന്ത്? സാറാ പറഞ്ഞു, ഞാൻ ചിരിച്ചില്ല. പുറത്തു നിന്നും പറഞ്ഞല്ല, നീ ചിരിച്ചു. ഇന്ന് രാത്രി ഹോളിൽ വന്ന ദൈവവൈദ്യരെ, ദൂരെ എന്നെ കേൾക്കുന്ന ദൈവ കുഞ്ഞേ, ആരും കാണാതെ നീ തുടയ്ക്കുന്ന കണ്ണുനീരുകൾ കാണുന്നൊരു സ്വർഗമുണ്ട്. ഓഷമറിയാന, അപ്പൻ കാണാതെ, അമ്മ കാണാതെ, ഭാര്യ കാണാതെ, ഭർത്താവ് കാണാതെ, മക്കൾ കാണാതെ നീ തുടച്ചു കളഞ്ഞ കണ്ണുനീർ പോലും കാണുന്നൊരു സ്വർഗമുണ്ട്. നീ രഹസ്യമായി കരയുന്ന പലതിനും പരസ്യമായവൻ ഉത്തരം തന്ന ദൈവമാണ്. നീ പലപ്പോഴും ആരും കാണലെന്ന് പറഞ്ഞ് തുടച്ചു കളഞ്ഞ കണ്ണുനീർ പോലും അവൻ്റെ തുരുത്തിയിലുണ്ടെന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു. നിന്റെ ബെഡ്റൂമിൽ നീ ഒഴുക്കിയ കണ്ണുനീരുകൾ, നിന്റെ കിച്ചണിൽ നീ ആരും കാണാതെ തുടച്ചു കളഞ്ഞ കണ്ണുനീരുകൾ പോലും കാണുന്നൊരു സ്വർഗമുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. 21-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തതുപോലെ അവന് ഇസഹാക്കിനെ കൊടുത്തു. ആരെയിൽ നിന്ന് വായിച്ചേ? 21-ാം അധ്യായത്തിലെ 5, 21-ന്റെ 1 വായിച്ചിട്ട് 5 മുതൽ, പെട്ടെന്ന് വായിക്കാട്ടോ, പെട്ടെന്ന് വായിച്ചാട്ടെ. 21-ന്റെ 1 വായിച്ചിട്ട് 5 മുതൽ വായിച്ചു. ആ, നിവർത്തിച്ചു. ഞാൻ 5-ാം വാക്യം വായിച്ചു. അതാ വലിയൊരു മർമ്മമാണ് 5-ാം വാക്യം. ആ, അത് തന്നെ. ആ, യെസ്, വായിച്ചു. ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി. അടുത്തത് അത് വായിക്കാനായില്ല. സാറാ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ഒരു കൈ ഉയർത്തിയ ദൈവത്തെ സ്തുതിച്ചേ ശക്തിയോടെ ആര് പറയുമായിരുന്നു? ആര് പറഞ്ഞു? കർത്താവിൻ്റെ ദാസൻ ദീർഘവർഷങ്ങളായി അവിടെ നല്ല അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയാണ്. ഞാൻ ഇവിടെ പ്രസംഗിച്ചു. ആര് പറയും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയാമോ? ഞാൻ ലോകം എങ്ങും മലയാളി എവിടെ ഉണ്ടോ അവിടെല്ലാം പ്രസംഗിക്കുന്നതാണ്. ഞാൻ കണ്ട വലിയ സങ്കടങ്ങളൊന്നാണ് തലമുറയില്ലാത്ത ദുഃഖം. അതിനെ ദൈവകൃപ അതിജീവിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. ഈ സാധാരണ വിവാഹം കഴിച്ച് ഒരു 3-4 വർഷമൊക്കെ 2-3 വർഷം കഴിയുമ്പോൾ മുതൽ കരയാനും പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങും. അപ്പോഴെല്ലാം പറയും, സാരമില്ല, ദൈവം പറവാസ, ദൈവം പ്രവർത്തിക്കും, ദൈവം പ്രവർത്തിക്കും, ദൈവം പ്രവർത്തിക്കും, ദൈവം പ്രവർത്തിക്കും. 5-ാം വർഷം പറയും ദൈവം പ്രവർത്തിക്കും. 6 പറഞ്ഞു, 7 പറഞ്ഞു, 8 പറഞ്ഞു, 9 പറഞ്ഞു, 10 പറഞ്ഞു, പിന്നെ ഈ പറഞ്ഞവരെല്ലാം നിർത്തി. അതുവരെ പറയും ദൈവം പ്രവർത്തിക്കും, ദൈവം പ്രവർത്തിക്കും. പറഞ്ഞവനെല്ലാം നിർത്തി ദൈവം പ്രവർത്തിക്കുമെന്ന്. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? സാറാ മക്കൾക്കും മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആര് പറയുമായിരുന്നു? ആദ്യം പറഞ്ഞവനൊക്കെ നിർത്തി, ആരും പറയാതായി. ഓ ഷാറിഖുമാ സംതനിയ,
ഓ ഹല്ലേലൂയ. നിന്നോട് ദൂത് പറഞ്ഞ പ്രവാചകൻ കാലുമാറിയാലും കാലുമാറാത്തൊരു ദൈവമുണ്ട്, വാക്കുമാറാത്തൊരു ദൈവമുണ്ട്. ഹൈയടിച്ചേ, വാ തുറന്നേ, ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ആര് പറയുമായിരുന്നു? ആരും പറഞ്ഞില്ല. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലെങ്കിലും നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും. ആരും പറഞ്ഞില്ല. ഇതാരോടൊക്കെയോ ദൂത പരിശുദ്ധാത്മാ പറയാ. വൈദ്യശാസ്ത്രം കൈമലർത്തട്ടെ, ഡോക്ടർമാർ കൈയൊഴിയട്ടെ, ഞാൻ സ്റ്റേജിൽ നിന്ന് പറയുന്ന ഓരോ വാക്കും പരിശുദ്ധാത്മാവിലാണ്. ലോകം മുഴുവൻ അസാധ്യമെന്ന് പറഞ്ഞാലും നിന്നോട് വാക്കു പറഞ്ഞവൻ സർവശക്തനാകിയാൽ നിന്റെ കൺമുമ്പിൽ എന്നെ നിവർത്തിയ നീ കാണും. വിശ്വസിക്കേ. ഓ കൈയോടെ ശക്തിയോടെ ആത്മനിറവിൽ ദൈവത്തെ സ്തുതിച്ചേ കുഞ്ഞെ. യേശുവിന്റെ നാമത്തിൽ പറ. ആരും എൻ്റെ കൂടൊപ്പം നിൽക്കാനില്ലെങ്കിലും, ആര് സൈഡ് പറയാനില്ലെങ്കിലും എൻ്റെ ദൈവം പറയും, നിവർത്തിക്കും. ആര് പറയുമായിരുന്നു? പറഞ്ഞവരെല്ലാം നിർത്തി. ഈ അബ്രഹാം ഇസാക്കൂടെ ആരാധനമേല കയറുമ്പം അബ്രഹാമിനോട് ഇസാക്കി ചോദിച്ചു, അപ്പം ആ തീയുണ്ട് കത്തിയുണ്ട് പറയുണ്ട്, യാഗവസ്തു എവിടെ? സ്തോത്രം. നീ തന്നാടാ യാഗമൃഗമെന്ന് പറഞ്ഞില്ല. അബ്രഹാമിന് മറുപടി, യഹോവ ദൈവം കരുതും. ദൈവം കരുതും. രക്ഷിക്കപ്പെടാത്തവരോ ജ്ഞാനപ്പെടാത്തവരിനകത്ത് ഉണ്ടെങ്കിൽ പറയാം, ദൈവം കരുതുമെന്ന് നിന്റെ തലമുറയോട് പറയണം. ഒത്തിരി കല്യാണം കൃപയാ ഞാൻ കേരളത്തിൽ നടത്താറുണ്ട്. നമ്മുടെ പ്രശ്നം പരസ്പരം ധൈര്യപ്പെടുത്തണം. ഭാര്യ തളരുമ്പോൾ ഭർത്താവ് ധൈര്യപ്പെടുത്തണം, ഭർത്താവ് തളരുമ്പോൾ ഭാര്യ ധൈര്യപ്പെടുത്തണം, മക്കൾ തളരുമ്പോൾ അപ്പനും അമ്മയും ധൈര്യപ്പെടുത്തണം, അപ്പനും അമ്മയും തളരുമ്പോൾ മക്കൾ ധൈര്യപ്പെടുത്തണം. എന്താ പറയേണ്ടതെന്നറിയാമോ? യഹോവയിരേ. കൈ ഉയർത്തി പറ, യഹോവയിരേ. വാ തുറന്ന് പറ, യഹോവയിരേ. കരമടിച്ച് ദൈവത്തെ കരുതും. യഹോവ കരുതുമെന്ന് പറ. കൈയടിച്ച് പറ, ശക്തിയോട് പറ, യേശുവിന്റെ നാമത്തിൽ പറ, എന്റെ ദൈവം കരുതും. ഹല്ലേലൂയ. സ്തോത്രം. അല്ല വിഷം വാങ്ങിച്ചോണ്ട് വരാനല്ല പറയണ്ടേ. നിന്റെ ഭാര്യ തളരുമ്പം പറയണം, ദൈവം കരുതും കുഞ്ഞെ. ഭർത്താവ് കരുതും അച്ഛാ ഇതുവരെ നടത്തിയവൻ ഇനി നടത്തും. അല്ല വാ വിഷം വാങ്ങിച്ചോണ്ട് വാ, നമുക്കെല്ലാം കൂടെ തിന്നിട്ട് ചാകാം. അല്ല എല്ലാവർക്കും കൂടെ കണ്ടിച്ചോ. ഏത് പ്രതിസന്ധിയിലും ധൈര്യപ്പെടുത്തണം. ഇതൊക്കെ ദൈവദൂത. ഈ യോബിൻ്റെ ഭവനം ഒരു കുടുംബം എങ്ങനെ ആകണം തെളിവാണ്. കുടുംബ പ്രാർത്ഥന എങ്ങനെ വേണമെന്നുള്ള തെളിവാണ് യോബിൻ്റെ കുടുംബം. എന്നാൽ പിശാചിൻ്റെ വെല്ലുവിളി വന്നപ്പോൾ അവർക്ക് ഒന്നിച്ചെതിർപ്പാൻ കഴിഞ്ഞില്ല. രാത്രി ദൈവാത്മാവിൽ പറയും, നിനക്ക് നേരെ ശത്രു വാടകോരുമ്പോൾ, നിന്റെ കുടുംബത്തിന് നേരെ ദുഷ്ട പിശാച് വാടകോരുമ്പോൾ അതിനെ ഒന്നിച്ച് എതിർക്കുക. കൈയോട് കൈ കോർത്ത് പിടിച്ച് ആത്മാവിൽ പോരാടുക. പറയണം, ദൈവം കരുതും കുഞ്ഞെ എന്ന് പറയണം. മക്കളോട് പറയണം, മക്കളെ ദൈവം കരുതും. അങ്ങനെ പഠിപ്പിച്ച് നോക്കി. മക്കളെ, കുഞ്ഞുങ്ങളെ, കുറച്ച് പേരെ ഇവിടെ വന്നിട്ടുള്ളൂ. നിന്റെ അപ്പൻ തളർന്ന് കാണുമ്പോൾ, നിന്റെ അമ്മ തളരുമ്പോൾ നീ പറയണം, ദൈവം കരുതും പപ്പ. അങ്ങനെയുള്ള കുടുംബങ്ങളെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അല്ലെ കൂട്ട ആത്മഹത്യ. സ്തോത്രം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ് നിവർത്തിച്ചു. അവൻ അസാധ്യങ്ങളെ സാധ്യമാകും ദൈവം. ഞാൻ സകലത്തിൻ്റെ ദൈവമായ യഹോവ, എന്നാൽ കഴിയാത്ത. കൈ ഉയർത്തി പറഞ്ഞാട്ട് വല്ല കാര്യമുണ്ടോ? 2 വേഗത്തിൽ പറഞ്ഞു പോകട്ടെ, നമ്മുടെ സമയം പോയി. യാക്കോബ് തൻ്റെ മകനായ യോസഫിനെ കാണുമെന്ന് ചിന്തിച്ചില്ല. യോസഫ് വീട്ടിൽ നിന്ന് 17-ാം വയസ്സിൽ പോയി. 22 വർഷം യോസഫിനെ ഓർത്ത് യാക്കോബ് കരഞ്ഞുകൊണ്ടേയിരുന്നു. വേദവസ്തം കരഞ്ഞുകൊണ്ടേയിരുന്നു. യാക്കോബ് പറഞ്ഞുകൊണ്ടിരുന്നൊരു പദമുണ്ട്, എന്തെന്നറിയാമോ? യോസഫിൻ്റെ കൂടെ ഇല്ല, ബെന്യാമിനെയും നിങ്ങൾ കൊണ്ടുപോകുന്നു. നിങ്ങളെന്നെ മക്കളില്ലാത്തവനാക്കുന്നു. പക്ഷെ പുസ്തകം എഴുതിയിരിക്കുന്നു,
മരണം അവനെ പിടിച്ചു വെക്കുന്ന അസാധ്യമായിരുന്നു. അവനതിനെ തകർത്തുകൊണ്ട് പുറത്തു വന്നു. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ഹോളിൽ വന്ന ദൈവമേ, നിന്റെ നന്മകളെ മുഴുവൻ ശത്രു ബന്ധിച്ചു മുദ്ര വെച്ചാലും അതിനെ തകർക്കാൻ അധികാരമുള്ളവൻ ഇന്ന് രാത്രി ഇവിടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ശക്തിയോട് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് നിന്റെ സകല നന്മകളെയും ദുഷ്ടപിശാച് ബന്ധിച്ചു മുദ്ര വെച്ചാലും ഒറ്റ വാക്കിനാൽ അതിനെ അഴിച്ചു വിടുവാൻ അധികാരമുള്ളവൻ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. എല്ലാവരും ഒന്നോട് അല്പസമയോടെ ശക്തിയോടെ കർത്താവിനെ എന്ന് സ്തുതിച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ രാത്രി ദൈവശക്തിയുടെ വ്യാപരിക്കട്ടെ. യേശു ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഞാൻ ഇത് പ്രസംഗിക്കുമ്പോൾ സാധാരണ പറയും, ഈ കർത്താവ് ഉയർക്കാതിരിപ്പാൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം പിശാച് ചെയ്തു. അതെല്ലാം പിശാച് ചെയ്യാൻ പിതാവാം ദൈവം അനുവദിച്ചു. സാത്താൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ കർത്താവ് ഇതെല്ലാം നോക്കിക്കൊണ്ട് നീ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ഇന്ന് രാത്രി നിന്നോടുള്ള ദൂത നിനക്ക് വിരോധമായി, നിൻ്റെ തലമുറയ്ക്ക് വിരോധമായി, നിൻ്റെ നന്മയ്ക്ക് വിരോധമായി, നിൻ്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി, നിൻ്റെ സഭയ്ക്ക് വിരോധമായി ദുഷ്ടപിശാച് ചെയ്യാവുന്നതെല്ലാം ചെയ്തു കൊള്ളട്ടെ. സാത്താനെ നീ ചെയ്യാവുന്നതെല്ലാം ചെയ്തോ, പക്ഷെ ജയം നിനക്കല്ല, ജയം യേശുവിനാ, ജയം ദൈവസഭയ്ക്കാ. എത്ര പേർക്ക് ആത്മാവിൻ്റെ നിറവിൽ പറയാൻ കഴിയും? ജയം ദൈവസഭയ്ക്ക. കർത്താവ് ഉയർത്തെഴുന്നേറ്റു, അവൻ ജീവിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പറയാം, ഇതേ പിശാച് നമ്മുടെ കർത്താവ് മടങ്ങി വരില്ല എന്ന് പറയുന്നു. ഒരിക്കലും മടങ്ങി വരില്ല എന്ന് പറയുന്നു. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും ആദ്യകാലത്തിരുന്ന പോലെ ഇരിക്കുമെന്ന് പറയുന്നു. ന്യായവിധി നടക്കത്തില്ലെന്ന് പറയുന്നു. പുതുവാന ഭൂമിയില്ലെന്ന് പറയുന്നു. മരിച്ചവിടെ ഉയർപ്പില്ലെന്ന് പറയുന്നു. പക്ഷേ യോഹന്നാൻ 5:25 ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും, കേൾക്കുന്നവർ ജീവിക്കുന്ന ആഴ്യ വരുന്നു. യോഹന്നാൻ 5:28 ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറയുള്ള എല്ലാവരും അവൻ്റെ ശബ്ദം കേൾക്കും. നന്മ ജീവനായും തിന്മ ന്യായവിധിക്കായും പൊരുത്തുവാനും ചെയ്യും. ഇവിടെ കയറി വാരി വീഴുന്ന ശബ്ദത്തിങ്കൽ മണ്ണിൽ ഉറങ്ങുന്ന വിശുദ്ധന്മാർ ഭൂമിയുടെ ഗുരുത്താകണ ശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് കുതിച്ചുയരും. ജീവനോട് ശേഷിക്കുന്ന വൃതന്മാർ രൂപാന്തരം പ്രാപിക്കും. സ്വർഗമുണ്ട്, നരകമുണ്ട്, ന്യായവിധിയുണ്ട്, നിത്യതയുണ്ട്, കർത്താവിൻ്റെ മടങ്ങിവരവുണ്ട്. കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധർ ഉയർക്കും, ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിക്കും. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവത്തോടും ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. കൈ ഉയർത്തി പറഞ്ഞേ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ തൻ്റെ ഇടം ഉണ്ടോ നാം എന്ന് പറയാൻ? ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എല്ലായ്പ്പോഴും കർത്താവിനോടെ ഇരിക്കും. യേശു മടങ്ങി വരും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ സാധ്യമാക്കും. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്നാ? സംഭവിക്കും. മരിച്ചവരെങ്ങനെ ഉയർക്കുമെന്നൊരു ശാസ്ത്രജ്ഞനോട്, ദൈവവിശ്വാസിയായ ശാസ്ത്രജ്ഞനോട് ചോദിച്ചു. അദ്ദേഹം ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ടുവരാൻ പറഞ്ഞു. ഇടിച്ച് പൊടിച്ച് മണ്ണിൽ വെതറി. എന്നിട്ട് ഒരു മാഗ്നറ്റിക് ദണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു കാന്തം കൊണ്ടുവരാൻ പറഞ്ഞു. അതായത് മുകളിലൂടെ ഞാൻ ഓടിച്ചപ്പം മണ്ണിൽ കിടന്ന് ഇരുമ്പെല്ലാം ഫും 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 എന്ന് പറഞ്ഞ് ചാടി പിടിച്ച് ഒന്നിച്ചു കൂടി. എന്നിട്ട് അദ്ദേഹം ചേട്ടാ ഒരു മാഗ്നറ്റിക് ദണ്ടിനെ ഇവിടെ കിടന്ന് ഈ മണ്ണിനടിയിൽ കിടന്ന് ഈ ഇരുമ്പ് സത്തിനെ എല്ലാം കൂടെ മേളോട്ട് ആകർഷിച്ച് ഒന്നിച്ചു കൂട്ടാൻ കഴിയുമെങ്കിൽ സകലത്തെയും തൻ്റെ വ്യാപാര ശക്തിയിൽ വഹിക്കുന്ന ദൈവത്തിന് കഴിയത്തില്ല. യേശു വരും, വിശുദ്ധർ ഉയർക്കും. സ്തോത്രം. മണ്ണിൽ മറഞ്ഞ വിശുദ്ധർ ഉയർക്കും, ജീവനോട് ശേഷിക്കും, രൂപാന്തരം പ്രാപിക്കും. ഇന്ന് രാത്രി കർത്താവ് വന്നാൽ എടുക്കപ്പെടുവോ? റെഡിയാണോ പോകാൻ? നമ്മൾ ഈ ദിവസങ്ങളൊക്കെ യോഗം നടക്കുക. എനിക്ക് പറയാനുള്ള ഈ മണ്ണാങ്കട്ടയുടെ കാര്യമൊന്നുമല്ല. കാകളം ധരിച്ചാൽ പോവാവോ? റെഡിയാണോ? $56,000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ പാർത്തവനെയും കോവിഡ് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ കോവിഡിന് ശേഷം പിന്നെ മുഖാമുഖം കാണുന്നത്. 56,000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തിരുവല്ലായിൽ വലിയ വലിയ കെട്ടിടങ്ങളുണ്ട്. അങ്ങേയറ്റം പോയ 5,000 സ്ക്വയർ ഫീറ്റ്. ഒരു 10 മുറിയുള്ള വീടുണ്ട്, 8,000, അതിനപ്പുറം ഇല്ല. അപ്പോൾ അച്ഛാ 58,000 നിന്നിച്ച് 20 പേരെ ഉള്ളായിരുന്നു നടക്കാൻ. പാലായിൽ 38 വയസ്സുകാരൻ 38,000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്. 38,000
വീടിനെ ഉദ്ഘാടനം 15 ലക്ഷം ലൈവ് പൂക്കൾ കൊണ്ടുവച്ചു. 15 ലക്ഷം രൂപയുടെ പൂക്കൾ തന്നെ. നമ്മളൊക്കെ വായിച്ചില്ലേ, ഇതൊക്കെ കണ്ടല്ലേ? അത്ര കൊണ്ട് ഒരു വീട് പണിയാം. അവനെയും കോട് കൊണ്ടുപോയി. കാണുന്നത് താൽക്കാലികമാണ്, കാണാത്ത നിത്യമാണ്. അനീഷ് പാസ്റ്റർക്ക് അറിയാം എൻ്റെ പ്രസംഗ ശൈലി ഇതാ. ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയല്ല നമ്മൾ ഓടണ്ടേ. എനി ടൈം വിടം. അതുകൊണ്ട് പ്രസംഗികരും റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, പ്രവാചകരും പാട്ടുകാരും ജനത്തെ ഒരുക്കേണ്ടത് ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയല്ല, നിത്യതയ്ക്ക് വേണ്ടി. ഇതൊക്കെ തമ്പുരാൻ തരുമെന്നേ. പിടിച്ചോ പ്രാപിച്ചോ എന്നും പറഞ്ഞ് എന്തോ പ്രാപിക്കാൻ ഇത്രയൊക്കെ കിട്ടിയോ? ആർത്തിയോ നടങ്ങ്. ഞാൻ ഈയിടെ മാർക്കറ്റിൽ പോയപ്പോൾ പറഞ്ഞ് പൗലോസ് അവസാനം, ഇത് നിങ്ങൾക്ക് പിടിക്കാൻ സാധ്യത കുറവാണെന്ന് എനിക്കറിയാം. പൗലോസ് പറഞ്ഞു മതി, വേണ്ടുന്നതല്ല. എന്തോ ഉണ്ട് പുള്ളിക്ക്. ആ പുള്ളി അവിടെ കൊണ്ടുകൊണ്ട് പറയാം, പുതപ്പും ചർമ്മലിഖിതവും കൊണ്ടുവരണം, ശീതകാലത്തിന് മുമ്പേ വരണം. ഞാനിതൊക്കെ വായിച്ച് കരയും. തണുപ്പിന് മുമ്പ് വരണമെന്ന്. അവിടുന്ന് പുതപ്പ് കൊണ്ടുവരണമെന്ന് പുതയ്ക്കാൻ. ആ പുള്ളി പറഞ്ഞു മതി. നമ്മുടെ അച്ചായന്മാരാരേലും മതിയെന്ന് പറഞ്ഞാൽ അന്ന് കാകളം തുനിക്കും. അന്ന് കാകളം തുനിക്കും. 40 വർഷമായി ഇവിടെ പോയി കിടന്നല്ല, വാരി കൂട്ടി. ഇവിടെ എല്ലാം കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ സഹോദരൻ്റെ എഴുതാവെന്നല്ല എഴുതി കൂട്ടി അവസാനം പിള്ളേരെ എല്ലാം കാനഡയിൽ വിട്ടു, UK പോയി, USA പോയി. അവരാരും ഇങ്ങോട്ട് വരുത്തുമില്ല. ഇപ്പം ഞാൻ ഈയിടെ ഓസ്ട്രേലിയയിൽ പോയി, പലയിടത്തും പോയി. അപ്പോൾ ഇവരെല്ലാം ഇപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററെ നാട്ടിലെ ഇന്നടത്ത് ഇത്ര സെൻറ്റ് കിടക്കുന്നു, ഇന്നടത്ത് വിറ്റ് കിട്ടാമെന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞു പാവപ്പെട്ട 2 പേർക്ക് വേണ്ടി വീട് പണിയാൻ പോവാ പദ്ധതി. പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, എന്തിന് അത് ഇന്നടത്ത് സ്ഥലം കിടപ്പുണ്ട്, വിത്ത് കിട്ടിയാൽ ഒരു വീതം വിറ്റ് കിട്ടാൻ. അദ്ദേഹത്തിന് വിറ്റിട്ട് വേണം എനിക്ക് അമ്മീടെ തരാൻ, കർത്താവിൻ്റെ വിലയ്ക്ക് കൊടുക്കാൻ. ഇതെല്ലാം തീരാൻ പോവാ, അനങ്ങുന്നില്ലല്ലോ. പത്തനംതിട്ടയിൽ ഏറ്റവും അധികം ഇത്രയും പ്രസംഗം കയറി വരുന്നില്ലേ, അവകാശികളില്ലാത്ത പണം. ഇന്ത്യയിൽ റിസർവ് ബാങ്കിൻ്റെ കണക്ക് എവിടാ? പത്തനംതിട്ട 800 കോടിയിലധികം. പിശുക്കനാച്ചായൻ പെണ്ണുമ്പിള്ളയുടെ പേര് പോലും വെച്ചില്ല. എന്തിന്? നോമിനിയായിട്ട്. 2ാമത് കൂടുതൽ കിടക്കുന്ന എവിടാ? കോട്ടയം ജില്ല. അതും അച്ചായന്മാരുടെ സ്ഥലമാണ്. അവകാശികളില്ല, കോടികൾ. ഈ നല്ലോ വാങ്ങിച്ച് കഴിക്കുക അതുമില്ല. നല്ലോരെന്തെങ്കിലും കഴി. ഇത് അരിമ്പി കൊണ്ടിട്ടു. എന്നിട്ടിപ്പോൾ പിള്ളേർക്ക് വേണോ? അവർ നല്ല അവർ വല്ല ഇങ്ങോട്ട് വരുമോ? എൻ്റെ ചെറുപ്പക്കാരെ 10 പിള്ളേരെ കാരണം ഗൾഫിലോ അമേരിക്കയിലൊക്കെ പോകണം. പോയി. ഈയിടെ ഞങ്ങൾ അവിടത്തി വന്ന ഒരു അമ്മച്ചി സത്യം അമ്മച്ചി വന്നു എന്നോട് പറയാം, മക്കളെ എല്ലാം ഉയർത്തണേ, അവിടെ എത്തിക്കണേ ഇവിടെ എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ച്. ഇപ്പം കർത്താവേ അവത്തവായി ഒരുത്തനെങ്കിൽ ഇവിടെ കിടക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ചുമ്മാതെ ഇതിനു വേണ്ടി കിടന്ന് കരയാതെ നിലവിളിക്കാതെ, വേണ്ടതൊക്കെ ദൈവം തന്നില്ലേ, ചുമ്മാ ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ ഇളകരുത്. മേടിച്ചോ പിടിച്ചോ അതൊക്കെ നല്ലതാ. നിന്റെ ആർത്തി മുഴുവൻ ഈ മണ്ണിനാകരുത്. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയിട്ടും തന്റെ ദൈവ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ഞങ്ങളൊക്കെ പഠിച്ചു. 1.5 മണിക്കൂർ ദൈവവചനം പ്രസംഗിച്ച് ഞാൻ തന്നെ കാർ ഡ്രൈവ് ചെയ്ത് എൻ്റെ വീട്ടിലോട്ട് ചെന്ന് കയറിയപ്പോഴാണ് ഒരു ചെറിയ തൊണ്ടവേദനയാണ് തോന്നി. ഞങ്ങരപ്പൊന്നും അല്ലെന്നേ. പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു കാർഡിയാക് അറസ്റ്റ്. ഇത്രയുള്ള ജീവിതം. എത്രയോ വണ്ടന്മാരെയാ തപ്പിക്കൊണ്ടിരിക്കുന്നേ. നല്ലൊരു ശവം കിട്ടിയോ? കാണുന്ന താൽക്കാലികമാണ്, കാണാത്ത നിത്യമാണ്. നമ്മളിവിടിക്കുന്ന യാഥാർത്ഥ്യമാണ് നിത്യത. അതിനായി ഒരുങ്ങണം, അവിടെ എത്തണം. അവിടെ എത്തിയില്ലെങ്കിൽ, ഞാനിവിടെ പ്രസംഗിക്കാമെന്ന മറ്റൊരു വിഷയമായിരുന്നു. പരിശുദ്ധാത്മാവ് ഇത് പറയാൻ ഈ ഓടിയത് അധ്വാനിച്ചൊക്കെ ഹൃദയ യാത്ര വേഗം തീരും അല്പകാലത്തിൽ, താണ്ടിടും നാം വേഗം കണ്ണീർ താഴ്വര.
ശോഭയേറും ദേശം ദൂരെ കാണുന്നു. യോർദാനക്കരെ നാം വേഗം ചേർന്നിടും. ഞാൻ പ്രസംഗിക്കാൻ വന്ന വിഷയത്തിൻ്റെ കൺക്ലൂഷൻ അതാ, മറ്റൊരു വിഷയമായിരുന്നു. എലയാസർ റിബേക്കയെ ഒരുക്കിക്കൊണ്ടുവരുന്നു ഇസഹാക്കിന് വേണ്ടി. എലയാസറും റിബേക്കയും മരുഭൂമിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. എലയാസറിന് റിബേക്കയോട് പറയാനുള്ളത് മണ്ണിനെ കുറിച്ചല്ല. കേൾക്കുന്നുണ്ടോ? റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മരുഭൂമിയെക്കുറിച്ചല്ല, ചെന്നു പാർക്കാൻ പോകുന്ന വീട്, കാത്തിരിക്കുന്ന മണവാളൻ. അനീഷ് പാസ്റ്റർ, എനിക്കെവിടെ പ്രസംഗിച്ചാലും അതേ ഉള്ളൂ. കാത്തിരിക്കുന്ന മണവാളൻ, ചെന്നു പാർക്കാൻ പോകുന്ന വീട്. കുഞ്ഞേ, ഈ മണ്ണല്ല നിനക്ക് വലുത്, നിത്യതയാണ്. യാത്ര വേഗം തീരും അല്പകാലത്തിൽ, താണ്ടിടുന്ന വേഗം കണ്ണീർ താഴ്വര. ശോഭയേറും ദേശം ദൂരെ കാണുന്നു. യോർദാനക്കരെ നമ്മൾ വേഗം ചേരും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവവും, ഈ പ്രപഞ്ചത്തിന് വൃത്തം വരച്ചവൻ, ശൂന്യ സകലത്തെയും വിളിച്ചു വരുത്തിയവൻ, ഒരിക്കലും സംഭവിക്കില്ലെന്ന് ലോകം ചിന്തിച്ചത് സംഭവിപ്പിച്ച ദൈവത്തിന് കാഹളം ധ്വനിക്കുമ്പോൾ ഈ മർത്യ ശരീരത്തിൽ രൂപാന്തരം വരുത്താൻ കഴിയും. നമ്മൾ രൂപാന്തരം പ്രാപിക്കും. നമ്മൾ കുതിച്ചുയരും. നമ്മുടെ ഓട്ടം എന്തിനു വേണ്ടിയാണ്? കണ്ണടച്ചാട്. കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ തൊട്ടടുത്ത് വന്ന് പ്രസംഗിച്ചു കർത്താവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ച്. നിങ്ങൾ ചെല്ലോടുണ്ടായിരുന്നിരിക്കുക. എനിക്കെൻ്റെ പ്രാണപ്രിയനെ കാണണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എനിക്കെൻ്റെ കർത്താവിനെ കാണണം. എനിക്കെൻ്റെ പ്രിയൻ്റെ വീട്ടിൽ ചെല്ലണം. എൻ്റെ ലക്ഷ്യം നിത്യതയാണ്. ഇവിടെ ചിലത് കിട്ടിയാലും കിട്ടിയില്ലേലും എനിക്ക് അങ്ങ് ചെല്ലണം. ആഗ്രഹിക്കുന്നവർ കണ്ണടച്ചേ, കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, എനിക്കെൻ്റെ പ്രാണപ്രിയനെ കാണണം, എനിക്കെൻ്റെ യേശുവിനെ കാണണം, എനിക്ക് അവൻ്റെ കർത്താപ്പച്ചനോടൊപ്പം കഴിയണം. നിത്യ വീട്ടിൽ സമർപ്പിക്കുന്നവർ മാത്രം കൈ ഉയർത്തിക്കുക. എനിക്കെൻ്റെ യേശുവിനോടൊപ്പം കഴിയണം. എൻ്റെ ആശയം അതാണ്. നിത്യതയിൽ എനിക്കെത്തണം. സമർപ്പിക്കുക. നിങ്ങൾ കൈ ഉയർത്തിപ്പിടിക്കൂ. യേശുവേ നന്ദി. നിൻ്റെ ജനത്തെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഓട്ടോ അധ്വാനവും വൃഥാവാകരുതേ. കാണുന്ന താൽക്കാലികമാണ് കർത്താവേ, കാണാത്ത നിത്യമാണ് കർത്താവേ. ഞങ്ങളുടെ ദൈവം അത്ഭുതവാനാണ്. ഞങ്ങളുടെ ദൈവം അതിശയവാനാണ്. യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്ന ആത്മാവ് ഞങ്ങളിൽ വസിക്കുന്നെങ്കിൽ താഴ്ചയുള്ള ശരീരത്തെ, അമർത്തിയുള്ള ശരീരത്തെ അനുഭവപ്പെടുത്താൻ ഞങ്ങൾ വിശ്വസിക്കുന്നു. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയര ഉയർക്കും. ജീവനോട് ശേഷി രൂപാന്തരം പ്രാപിക്കും. ആ ദിവസത്തിനായി ഞങ്ങൾ ഒരുക്കണമേ. ഞങ്ങൾ കൈവിടപ്പെട്ടു പോകരുതേ. ജനത്തെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കരവരെ തൊട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൻ്റെ കൈകൾ താഴ്ത്തിയിടാം. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടുന്ന സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നാനപ്പെടാൻ തീരുമാനമെടുക്കണം. കണ്ണടച്ച് എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. അടുത്ത നിമിഷം നമുക്കുള്ളതല്ല. അടുത്ത നിമിഷം 17 വയസ്സ് മുതൽ ഞാൻ യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയതാണ്. ആയിരക്കണക്കിന് വേദിയിൽ ഞാൻ പ്രസംഗിച്ച് 10,000 കൃപയാൽ. ഞാൻ പ്രസംഗിക്കാത്ത സ്ഥലം കേരളത്തിലില്ല. ഞാനിവിടെ പ്രസംഗപീഠത്തിൽ കയറിയാലും ദൈവനോട് 2 കാര്യം പറയും. അത് വലിയ ജനക്കൂട്ടമോ കുറവോ 2 കാര്യം പറയും. അതൊന്ന്, മോനെ, ഒരുപക്ഷെ നീ പൂവിൽ പ്രസംഗിക്കുന്ന അവസാന പ്രസംഗമായിരിക്കും. പാസ്റ്റർ കേട്ടിട്ടുണ്ടല്ലോ 27 വർഷം കൊണ്ട്. നീ ഭൂവിൽ പ്രസംഗിക്കുന്ന ലാസ്റ്റ് മെസ്സേജ് ഒരുപക്ഷെ ഇതായിരിക്കാം. 2, നിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ജനം, അവർ ഈ ഭൂവിൽ കേൾക്കുന്ന ലാസ്റ്റ് മെസ്സേജ് ഒരുപക്ഷെ ഇതായിരിക്കാം. അതറിഞ്ഞാണ് ഞാൻ എല്ലാവരോടും പ്രസംഗിക്കുന്നത്. എല്ലാവരും കണ്ണടച്ച്. മക്കളെ, ആരെയും ഇതിനകത്ത് രക്ഷിക്കപ്പെടുന്ന സ്നാനപ്പെടാത്തവരുണ്ടോ? കർത്താവിൻ്റെ വരവിൽ നിങ്ങൾ കൈവിടപ്പെടരുത്.
യേശുവിനോട് ചേരണം, അവൻ്റെ കൽപ്പന അനുസരിക്കണം. ഇതിനകത്ത് എല്ലാവരും കണ്ണടച്ച് നാളെ രാവിലെ ഒന്ന് സ്നാനപ്പെടാനല്ല, ഞാൻ എന്നോട് പരിശുദ്ധാത്മാവ് പറയും നിങ്ങൾക്കൊരവസരം തരാൻ. കർത്താവിൻ്റെ കൽപ്പനയാണ് സ്നാനം. യേശു 30-ാമത്തെ വയസ്സിൽ യോഹന്നാനാൽ സ്നാനപ്പെട്ടു. യേശു സ്നാനപ്പെട്ടതിനേക്കാൾ പാപിയായിട്ടല്ല, നീ അനുഗമിപ്പാൻ മാതൃക കാണിക്കുകയായിരുന്നു. എനിക്ക് സ്നാനം സത്യമാണെന്നറിയാം, പക്ഷേ എൻ്റെ വീട്ടിലെ തടസ്സം ഒക്കെ കൊണ്ട് കഴിയുന്നില്ല. കർത്താവിന് അനുവദിച്ചാൽ ഞാൻ സ്നാനപ്പെടും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. സ്നാനം സത്യമാണെന്ന് എനിക്കറിയാം. മക്കളെ ഇതിനെ അനുഗ്രഹിക്കട്ടെ, മക്കളെ ഇതിനെ നന്നായി കൈ ഉയർത്തിയാട്ട്. മോളെ ദൈവം അനുഗ്രഹിക്കട്ടോ. ഇന്ന് രാത്രി സ്വർഗ്ഗം സന്തോഷിക്കുന്ന പാസ്റ്റർ, ദൈവം മക്കൾ അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. മക്കളെ നന്നായി കൈ ഉയർത്തു. കാൽവറി നിനക്ക് വേണ്ടി അവൻ കാര്യം പാണിക്കായി കൈ ഏൽപ്പിച്ചു കൊടുത്തൊക്കെ കർത്താവിന് വേണ്ടി നിൽക്കാൻ. മക്കളെ ചെറുപ്പക്കാരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ സന്തോഷിക്കുന്നു. കർത്താവേ, സ്വർഗ്ഗപിതാവേ, നിന്റെ കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ജലത്തിൽ സാക്ഷിച്ച് വേർപാട് വിശുദ്ധിയിൽ അങ്ങേ ആരാധിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങൾ കൃപ നൽകണം. നിന്റെ കരവരെ തൊടുന്നോർത്ത സ്തോത്രം, നിന്റെ ശക്തി അവിടെ മേൽ വ്യാപരിക്കുന്നോർത്ത സ്തോത്രം. പ്രാർത്ഥന കണ്ടാൽ നന്ദി യേശുവിൻ നാമത്തിൽ. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ശക്തിയോടെ യോഗം വൃതാവായില്ലല്ലോ. എത്ര 1000 പേര് കൂടുന്ന യോഗത്തേക്കാൾ എത്ര വലിയതാണിത്. 4 യുവ സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ സമർപ്പിച്ചല്ലോ. എല്ലാവരും ഒന്നുകൂടെ കൈയടിച്ചേ ശക്തിയോടെ. യെസ്, നിങ്ങളുടെ വ്യക്തിപരമായ ഈ വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകണം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവദാസന്മാർ നിങ്ങളോട് പ്രാർത്ഥിച്ചു കാണും. നിങ്ങൾ രഹസ്യമായി കരയുന്നതിന് ദൈവം പരസ്യമായി ഉത്തരം തരും. ആരോടും പറയാൻ നീ കരയുന്ന ചിലതിന് എല്ലാവരും കാണുക, ദൈവം പ്രവർത്തിക്കും. ഇന്ന് രാത്രി കർത്താവിൻ്റെ അഭിഷക്തൻ എനിക്ക് വേണ്ടി കണ്ണടച്ചാട്ട് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥന ആവശ്യമുള്ള കൈ ഉയർത്തിപ്പിടിക്കുക. ഏത് വിഷയമാകട്ടെ കൈ ഉയർത്തു. നിങ്ങളെ മുമ്പോട്ട് വിളിച്ച് പ്രാർത്ഥിക്കാൻ നേരമില്ല. ഏത് വിഷയമായാലും യേശുവിൻ്റെ കരം എപ്പോൾ നിങ്ങളെ തൊടും. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗപിതാവേ, വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥന ആവശ്യപ്പെട്ട് ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളുടെ വേദന, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാരം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അടിയൻ അറിഞ്ഞുകൂടാ, അങ്ങേക്കറിയാം. നിന്റെ കുഞ്ഞുങ്ങൾ ഏത് വിഷയങ്ങൾക്കായി ഭാരപ്പെടുന്നുവോ ആ വിഷയത്തിന്മേൽ ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒരത്ഭുതം നടക്കട്ടെ. രോഗാത്മാവെ വിട്ടുമാറുക, ദോഷ്ടാത്മാവെ വിട്ടുമാറുക, അന്ധകാര വ്യാപാരമേ വിട്ടുമാറുക. ഈ ജനം വിടുവിക്കപ്പെടട്ടെ. പുത്തൻ വഴികൾ തുറക്കപ്പെടട്ടെ. വാതിലുകൾ തുറക്കപ്പെടട്ടെ. തലമുറകൾ ലഭിക്കപ്പെടട്ടെ. വിവാഹം നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജോലി ലഭിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നിന്റെ കരവരെ തൊട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. ആമേൻ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്. ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാൻ പോകുകയാണ്. ഒരു നിമിഷം. എൻ്റെ ആത്മകഥയാണിത്. 4 പതിറ്റാണ്ടായി കർത്താവിനെ നടത്തുന്നു. വൻകൃപയുടെ തണലിൽ എൻ ജീവിതം. കണ്ണും നിർന്നനമുള്ള അനേക ഓർമ്മകൾ. പാസ്റ്റർക്ക് ഇതുവരെ ഞാൻ കൊടുത്തില്ല. പാസ്റ്റർക്ക് ഇത് കൊടുക്കാൻ പോവാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ കൂടെ വന്ന സഹോദരൻ്റെ കയ്യിൽ ഈ ബുക്കുണ്ട്. ഇത് കൂടെ 3 ബുക്കുകളിവിടെ ഉണ്ട്. 2 ബുക്ക് ഇവിടെ ഉണ്ട്. ഇത് ഈ ഒരു ബുക്കിൻ്റെ വിലയ്ക്ക് ഈ 3 ബുക്ക് കൂടെ നിങ്ങൾക്ക് അവിടെ കിട്ടും. എന്ന് പറഞ്ഞാൽ ഇത് ഒത്തിരി പേജുള്ള പുസ്തകമാണ്. കണ്ടില്ലേ, ഇതിന് തന്നെ 400 രൂപ വിലയാണ്. പക്ഷേ ഇത് കുറഞ്ഞ വിലയ്ക്ക് അവിടെ നിങ്ങൾക്ക് തരുന്നതാണ്. 3 ബുക്കുണ്ട്. കുടുംബം സംഭവിക്കേണ്ടതും സംഭവിക്കാൻ പാടില്ല. നിങ്ങളുടെ മക്കൾ വായിക്കേണ്ടതാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കും. മറ്റൊരു പുസ്തകമുണ്ട്, യേശു ക്രിസ്തുവിനെ മറ്റുള്ള വ്യത്യസ്തനാക്കുന്ന. നിങ്ങളുടെ സ്നേഹിതർക്ക്, രക്ഷിക്കപ്പെടാത്തവർക്കൊക്കെ കൊടുക്കാം. ആ ബുക്കിന് 100 രൂപയേ ഉള്ളൂ. വേണ്ടവർക്ക് വാങ്ങാം. ദൈവം സഹായിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും കൈയടിച്ച് തുടങ്ങാം. എല്ലാവരും കരമടിച്ചാട്ട് ശക്തിയോടെ. കർത്താവിന്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. മേഘമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും മേഘമായി കൂടി സന്തോഷമായി ആരാധിക്കാം. ഓ നല്ലവനാ കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. നല്ലവനാ കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. നെട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും, ഓ നെട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും, ഓ തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. ഓ തിരുവചനം
സ്തുതിച്ചിടുക സഹോദരരെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. ഗംഭീരനാദത്തോടും പ്രധാന ദൈവാദൂത ശബ്ദത്തോടും കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവാദൂത ശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി ഓ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി ഓ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ ഓ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ കുഞ്ഞാടിൻ കല്യാണ മകൾ നിരത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ കുഞ്ഞാടിൻ കല്യാണ മകൾ നിരത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൾ മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൾ എന്തു സന്തോഷം എന്തു സന്തോഷം എന്തെന്തു സന്തോഷം ഉണ്ടാം അവർക്ക് എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം ഉണ്ടാം അവർക്ക് എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം എന്തെന്തു സന്തോഷം ഉണ്ടാം അവർക്ക് എത്രയോ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം ഉണ്ടാം അവർക്ക് എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം ഉണ്ടാം അവർക്ക്. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വളരെ ശക്തമായ ദൈവിക ദൂതുകളെ ഇന്ന് രാത്രി കേൾക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കി. ഹല്ലേലൂയ. ഇന്ന് സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയായി ഇത് മാറിയതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് പാസ്റ്റർ മോനച്ചനോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളെ വിളിച്ചറിയിച്ച സമയത്ത് വളരെ തിരക്കുള്ള ദൈവദാസനാണ്, എന്നാൽ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മീറ്റിംഗ് വരാമെന്ന് സമ്മതിച്ചു. പാസ്റ്ററെ പറ്റി പാസ്റ്റർ പറഞ്ഞതുപോലെ വളരെ നാളുകളായി ഞങ്ങളെ തമ്മിൽ പരിചയമുണ്ട്. പാസ്റ്ററെ പറ്റി പറയാനുള്ളത് പ്രസംഗം മാത്രമല്ല, പ്രവൃത്തിയും കൂടെ ഉള്ള ഒരു ദൈവദാസനാണ്. അനേകർക്ക് കൈത്താങ്ങായി വളരെ അധികം ജീവകാരുണ്യ പ്രവർത്തനമൊക്കെയും ചെയ്യുന്ന പ്രിയ ദൈവദാസനാണ്. തനിക്ക് ലഭിക്കുന്ന നന്മയിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാൻ മനസ്സ് കാണിക്കുന്ന ചുരുക്കം ചില സുവിശേഷകന്മാരിൽ ഒരാളാണ് കർത്താവിൻ്റെ ദാസൻ. എനിക്ക് വളരെ വ്യക്തിപരമായി അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പാസ്റ്റർ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വന്നതിൽ വളരെ സന്തോഷം. കാര്യങ്ങളെ ചേർത്തടിച്ച് പാസ്റ്ററോടുള്ള നന്ദിയെ ഈ സമയത്ത് നമുക്ക് അറിയിക്കാം. പാസ്റ്റർ പറഞ്ഞതുപോലെ പാസ്റ്ററുടെ പുസ്തകം പുറകിലുണ്ട്. നിങ്ങൾ കഴിയുന്നവർ ആ പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ട് പോകണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഈ ആലയത്തിൻ്റെ അകത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം സാവകാശം അനുവദിച്ചു. അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ആലയത്തിൽ എല്ലാ ഞായറാഴ്ചയും മീറ്റിംഗ് ഉണ്ട്. അതുപോലെ ജസ്റ്റിൻ പാസ്റ്ററുടെ ഇട ദിവസങ്ങളിൽ മീറ്റിംഗ് വെക്കാറുണ്ട്. നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥമായി പ്രിയ ദേവദാസനോട് ചേർന്ന് ഈ ആലയത്തെ ഈ ദേശത്ത് ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങളിലും പറഞ്ഞതുപോലെ മലമേൽ പണിത പട്ടണം പോലെ, തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ ഇത് ശോഭിക്കുവാൻ തക്കവണ്ണം
ഹല്ലേലൂയ. അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, അനേകർക്ക് വെളിച്ചം പകരുവാൻ ഈ ആലയത്തിലൂടെ ഇടയാകേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഈ 3 ദിവസത്തെ മീറ്റിംഗ് അത് അനുഗ്രഹമാക്കുവാൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അനേകരുണ്ട്. പ്രത്യേകിച്ച് നമ്മളിവിടെ കാണുന്ന ഈ യുവജനങ്ങൾ രാത്രിയിലൊക്കെ അവർ വളരെ ആത്മാർത്ഥമായി ഇതിൻ്റെ പിറകിൽ നിന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ മീറ്റിംഗ് ഇത്രയും അനുഗ്രഹമാക്കി തീർക്കുവാൻ സാധിച്ചത്. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ സൗണ്ട് ഇവിടെ നൽകിയ ബ്രദർ ലൈജു, അദ്ദേഹത്തോടുള്ള നന്ദിയെ അറിയിക്കുന്നു. അതുപോലെ ബ്രദർ ഐസക്ക്, കൂടെയുള്ള എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. വളരെ ആത്മാർത്ഥമായി ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും ഈ സമയത്ത് നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മുടെ കൊയർ, ഓർക്കസ്ട്ര ഒക്കെ ലീഡ് ചെയ്ത സഹോദരങ്ങൾ, അവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബ്രദർ സിജോ ദുബൈയിൽ നിന്ന് ഇവിടെ എത്തി ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുവാൻ തക്കവണ്ണം, അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ തക്കവണ്ണം ഇവിടെ കടന്നു വന്നു. അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദിയെ വീണ്ടും ഈ സമയത്ത് അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ ആലയം, നമ്മൾ ദൈവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവാലയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടം എന്നാണ് ദൈവാലയത്തെക്കുറിച്ച് നമ്മൾ പറയാറുള്ളത്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ കടന്നു വരുന്ന ആളുകൾ അനുഭവിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ദൈവസ്നേഹം ആളുകൾക്ക്, വരുന്ന ജനത്തിന് രുചിച്ചറിയുവാൻ തക്കവണ്ണം ഇതിനകത്ത് ഇടയാകണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവിടുത്തെ AC-യോ വസ്തുപോലെ AC-യോ മറ്റൊന്നുമല്ല ഇതിനെ ഒരു ദൈവാലയമാക്കി തീർക്കുന്നത്. ദൈവത്തിൻ്റെ വാസസ്ഥലമായതുകൊണ്ടാണ് ഹല്ലേലൂയ ഇതിനെ ഒരു ദൈവാലയം എന്ന് വിളിക്കേണ്ടിയത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി ചുമല് കൊടുക്കണം എന്ന് വളരെ സ്നേഹത്തോടെ ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഈ രാത്രികാലം ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയെ പാടി ആരാധിക്കുവാൻ, അങ്ങയെ സ്തുതിക്കുവാൻ ലഭിച്ച നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. കഴിഞ്ഞ 3 ദിവസം ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരിൽ നിന്ന് അങ്ങയുടെ വചനങ്ങളെ കേൾക്കുവാൻ ഞങ്ങൾക്കിട നൽകിയല്ലോ കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘം കർത്താവെ, അവരോടൊത്ത് അങ്ങയെ ആരാധിക്കുവാനും അങ്ങയെ സ്തുതിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ ഞങ്ങൾക്ക് ലഭിച്ച നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ്. അങ്ങയുടെ മഹത്വം ഈ ആലയത്തിനകത്ത് വെളിപ്പെട്ടതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. വെളിപ്പെട്ട മഹത്വം കർത്താവെ, ഹല്ലേലൂയ, അത് അനേകർക്ക് ആശ്വാസമായി തീരുവാൻ തക്കവണ്ണം കർത്താവ്, ഇതിൽ നിന്ന് ആ മഹത്വം കർത്താവെ ഇതിന് പുറത്ത് അത് വ്യാപരിക്കുവാൻ, അത് അനേകർക്ക് അനുഭവമാകുവാൻ തക്കവണ്ണം കർത്താവ് അങ്ങ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് അവരെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിലെല്ലാം അങ്ങയുടെ കൃപ അവരോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, പ്രിയ ജസ്റ്റിൻ പാസ്റ്ററിനായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആലയത്തെ നയിക്കുവാനുള്ള കൃപ അങ്ങ് അവർക്ക് നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സൈമൺ പാസ്റ്ററിനായി സ്തോത്രം. പ്രിയ മകനെയും ഇന്ന് രാത്രി അങ്ങ് കൂട്ടി വരുത്തിയല്ലോ, തൻ്റെ ശുശ്രൂഷയൊക്കെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം കർത്താവെ. പ്രിയ മോനച്ചൻ പാസ്റ്ററിനായി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ഈ കർത്താവെ, ഈ ശുശ്രൂഷ കർത്താവെ അനസ്യൂതം തുടർന്ന് നടത്തുവാൻ തക്കവണ്ണം കർത്താവ് അനേക ഇടങ്ങളിൽ അങ്ങയുടെ നാവായി നിൽക്കുവാൻ തക്കവണ്ണം അനേകർക്ക് കർത്താവെ ഹല്ലേലൂയ അങ്ങയെ പരിചയപ്പെടുത്തുവാൻ തക്കവണ്ണം അങ്ങയുടെ മുഖത്തിൻ്റെ ആ പ്രകാശം അനേക ഹൃദയങ്ങളിൽ ജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം നിൻ്റെ മകനെ ഇന്നും അങ്ങ് ഉപയോഗിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇനിയും അനേക രാജ്യങ്ങളിൽ കടന്നു ചെന്ന് ആ ശുശ്രൂഷ നിവർത്തിക്കുവാൻ തക്കവണ്ണം പ്രിയ മകനെ അങ്ങ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിലും കർത്താവ് അങ്ങയുടെ കൃപ മകനോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ സഭയായി പ്രിയ മകനെ, തൻ്റെ ശുശ്രൂഷയെ, തൻ്റെ കുടുംബത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം. കടന്നു വന്ന ഈ ജനത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 3 ദിവസം കർത്താവെ അവർ ഹല്ലേലൂയ ഞങ്ങളുടെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചു. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. ആ അപ്പം ഭക്ഷിച്ച്
പ്രാപിച്ച ബലം കർത്താവെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ആശ്വാസമായി, അവർക്ക് ബലമായി തീർന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും കർത്താവെ അങ്ങയുടെ കൃപ വ്യാപരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമോ, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും ക്രിസ്തു യേശുവിലുള്ള മഹത്വത്തിലുള്ള ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരുമെന്ന് അവിടുത്തെ വചനം പറയുന്നത് പോലെ എല്ലാ ആവശ്യങ്ങളുടെ മേലും അങ്ങയുടെ കൃപ വ്യാപരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അർപ്പിക്കട്ടെ ഈ സ്തോത്ര കാഴ്ച അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. നീട്ടിയ കരങ്ങളെയൊക്കെ അങ്ങ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. 100 മടങ്ങ് പ്രതിഫലം കൊടുത്ത് അങ്ങ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും കർത്താവെ, ഈ ആലയത്തെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആലയം ജാതികളുടെ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് അവിടുത്തെ വചനം പറയുന്നത് പോലെ കർത്താവ് ഇതൊരു പ്രാർത്ഥന ആലയമായി, ഹല്ലേലൂയ, ഒരു ബെഥസ്ത കുളം പോലെ കർത്താവെ, ഹല്ലേലൂയ, ഒരു ദയയുടെ ഭവനമായി ഇത് മാറട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അനേകർക്ക് ആശ്വാസം ലഭിക്കുന്ന, അനേകർക്ക് ഹല്ലേലൂയ ആത്മാവിൻ്റെ ബലം ലഭിക്കുന്ന ഇടമായി ഇത് മാറട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങത് ചെയ്തതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. പ്രാർത്ഥനയുടേതായി സ്തോത്രം സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും നാം എല്ലാവരോടും ഇന്നു മുതൽ എല്ലാ നാളും കൂടെ ഇരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തുയേശുവിന് മാത്രം മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. God bless you. Grace be with you. God bless you.